നീതിയില്ലാത്ത പോലീസുകാരുടെ അടുത്തുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളായിരുന്നു അവിടെ പോയപ്പോ പ്രതികള്, അയാള് വാദി, പ്രതിക്ക് വേണ്ടി ഒരു കാര്യം ഒന്ന് പറയാൻ പോലും നിങ്ങളല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്ക്, അവൻ തെറ്റ് പറ്റിയതാ, ക്ഷമ പറയും. ഇങ്ങനെ പറയാൻ എന്ത് അധികാരം ആ പോലീസ് ഓഫീസറിനുള്ളത്? അവനെ പ്രാഗിട്ടുണ്ട് ആ മുദ്ദകാലനെ, അതിനുള്ള അവൻ എന്തായാലും കൈസ് അനുഭവിച്ചിരിക്കും. കാരണം ഇവന് അത്രയ്ക്ക് വിഷമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇറങ്ങിപ്പോയി അയാളുടെ ഡാഷിലേക്ക് തന്നെ പറ, അയാളുടെ ഡാഷിലേക്കാണ് ഞാൻ ഇറങ്ങിപ്പോയി. ഭീഷണിപ്പെടുത്തുന്നു, ഭീഷണിയെ. അവിടെ നമുക്ക് സംസാരിക്കാനുള്ള വോയിസ് പോലും പോലീസുകാർ നമുക്ക് തന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് ഇത് 24-ന് അല്ല റിപ്പോർട്ടറിന് വാർത്തയിലേക്ക് കൊടുത്താലോ എന്ന് ആലോചിച്ചു. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും അറിയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ വാദിക്കും. പോലീസുകാരടക്കം അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, ഞാൻ ചെയ്യാത്ത തെറ്റാണ്, ഞങ്ങളുടെ അടപ്പിക്കലാണ് ആ പോലീസ് ഓഫീസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന്റെ മോന്തൊക്കെ ഓർമ്മ എനിക്ക് കൂട്ടിക്കാനാ തോന്നിയത്. ഓരോരുത്തരുടെ നേരെ വരണം, എന്നാലാണ് അവർക്ക് ആ പ്രശ്നത്തിന്റെ മൂർച്ച എന്താന്ന് മനസ്സിലാവുള്ളൂ. അയാളുടെ കൂടെ നിൽക്കാൻ കുറെ പോലീസുകാരും അത് തന്നെ നല്ല തന്തയ്ക്ക് പിറക്കണം. അതിന്റെ എന്താ തൂങ്ങി ആടുന്നത് കൊണ്ടോ ഇത് കേട്ടോണ്ടിരിക്കേണ്ടത്? ഇങ്ങനെ മണി ഇട്ടാട്ടുന്നോണ്ടാന്ന് തോന്നുന്നു. എന്താ പറയണ്ടേ? നമുക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ വേണം, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടല്ലേ. എത്ര കുറ്റവാളികളും ശിക്ഷിക്കപ്പെട്ടാലും പെണ്ണുങ്ങളായതുകൊണ്ട് മിണ്ടാതൊരു മൂലക്കിതാ ഇങ്ങനെ ഇരുന്നോണം. അതൊക്കെ പണ്ട് അങ്ങ് മിണ്ടാതിരിക്കാൻ പറ അവരോട്. അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. കുതിര കയറാൻ കൊടുക്കുമല്ല നമ്മളിവിടെ, അങ്ങനോട്ട് ആരും ഓർക്കോ വേണ്ട. ഹായ് ഹലോ ഗായ്സ് അപ്പൊ ഒരു എന്താ പറയാ ഒരു ഇഷ്യൂ ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ നമ്പറിലേക്ക് നമ്മൾ അറിയുന്ന ഒരാളാണ്, അയാൾ എന്നെ വിളിച്ചിട്ട് പറയാ നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ എന്താ നേരിട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഉണ്ടാക്കണം, അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഫേക്ക് അയച്ചിട്ടല്ല പറയേണ്ടതെന്ന് അയാള് പറയാ. ഇത് കേട്ട പാടെ ഞാൻ ഞെട്ടിപ്പോയി. ഇയാള് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് ഗായ്സ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഓരോ വള്ളികൾ നമ്മുടെ അടുത്തേക്ക് ചാടി വരുന്നത്. എന്നിട്ട് പറയാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ നേരിട്ട് പറയണം, അല്ലാതെ ഇൻസ്റ്റയിലും കൂടി ഫേക്ക് അയച്ചല്ല പറയണേ, നിന്റെ അതേ ശബ്ദം നീ ഇങ്ങനെ തന്നെ സംസാരിച്ചെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മനുഷ്യന് മര്യാദയ്ക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല. ഞാനാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടി ഫേക്ക് ഉണ്ടാക്കിയിട്ട് ഇയാളോട് പോയിട്ട് ഫേക്ക് ID പോയിട്ട് ഞാൻ എന്തൊക്കെയോ വേണ്ടാതെ ഞാൻ തെറി പറഞ്ഞെന്നൊക്കെ ഇയാൾ പറയുന്നത്. എൻ്റെ അതേ സൗണ്ടാന്നും പറഞ്ഞോണ്ട് ഈ ലോകത്തിപ്പോൾ ഓരോ ഒച്ചയോളം എത്ര പേരുണ്ടാകും? ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ പറയുക. ഇൻസ്റ്റഗ്രാമിൽ ആകെ മനുഷ്യനൊരു അക്കൗണ്ട് ഉള്ളൂ, അത് നേരാവണ്ണ മനുഷ്യൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ഫേക്ക് ID ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇയാളോട് പോയിട്ട് ഞാൻ വേണ്ടാതീനം തെറി പറഞ്ഞു എൻ്റെ അതേ സൗണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ച് വേണ്ടാതീനം നമ്മളോട് പറയുക. നമ്മളോട് പറഞ്ഞ് ഭയങ്കര എന്താ പറയാ ഭാഷ ഭയങ്കര. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്കിപ്പോ ശരിക്കും അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ നമ്മളല്ലാതെ അയാൾ പറഞ്ഞത് നമ്മൾ തന്നെയാണ് നമുക്കറിയാം. അതന്നെ നമ്മളല്ല, നമ്മൾ ചെയ്യാത്ത കാര്യം നമുക്കറിയാം. നമ്മളല്ലാതെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ നമുക്കാണ്. അതന്നെ അയാളോട് നമ്മൾ പറഞ്ഞു ഈ വീഡിയോ ഞങ്ങളടുത്ത് പബ്ലിക് ആക്കും. കാരണം ഞാൻ ചെയ്യാത്ത കാര്യത്തിനെ പറ്റിയാണ് ഇയാളിപ്പോ വിളിച്ച് പറഞ്ഞേക്കുന്നത്. ഞാൻ അറിഞ്ഞോ അറിയാതിരിക്കുന്ന കാര്യത്തിന് അറിഞ്ഞിട്ടില്ല ഞാനൊന്നും. ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പോവുമായിരുന്നു. ആ ടൈമിലാണ് ഇയാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ വർത്തമാനം പറയുന്നത്. എന്താ അമ്മയോട് നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മച്ചി കേട്ടില്ലേ അയാളെ ഓരോന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നീ എന്തിനാ പിള്ളേരോട് ഇങ്ങനെ ചൂടാകുന്നത്? അവരൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് നേരെ ഇല്ലാതെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉള്ള അക്കൗണ്ട് നോക്കാൻ നമുക്ക് നേരല്ല, അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഫേക്ക് ഉണ്ടാക്കി. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും അറിയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ വാദിക്കുക. എന്റെ സൗണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളോട് ഏതോ ഫേക്ക് ഐഡിയിൽ ആരോ ഒന്നെടുത്ത് തെറി പറഞ്ഞു. അത് എന്റെ സൗണ്ടിലുള്ള ആരോ ആണ് പറഞ്ഞു. എന്റെ സൗണ്ടിലുള്ള ആരോ എന്നല്ല പറഞ്ഞേ. നീ എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നീ നേരാവണ്ണം നിന്ന് പറയാ, അല്ലാതെ ഫോണിൽ കൂടി മെസ്സേജ് ഉണ്ടാക്കരുത്. അങ്ങനെ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള വേർഡ്സ് പറഞ്ഞു. കാരണം നമുക്ക് വർത്തമാനം പറയാൻ അറിയാത്തോണ്ടൊന്നും അല്ല. നമ്മൾ മാന്യമായി സംസാരിച്ചു, അവർ നമ്മളോട് മാന്യതയോടെ അല്ല സംസാരിച്ചത്. പരമാവധി നമ്മൾ മാന്യതയോടെ സംസാരിച്ചു. ഞാൻ വേണമെങ്കിൽ ആ ഓഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ വീഡിയോ എടുത്ത് ഞാൻ ഇടും. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോവാം. സൈബർ സെല്ലിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോ. കാരണം ഇതിന്റെ ബാക്കിൽ ആരാ കളിച്ചത് നമുക്കറിയണം. നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, ഞാൻ ചെയ്യാത്ത തെറ്റാണ്. എന്താ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി പറഞ്ഞെന്താ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും അറിയണം. എന്തായാലും അവരോട് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് വരും,
വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ആ കാണിച്ചു തരാൻ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോ അയാൾ തിരിച്ച് ഉത്തരവൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അവിടെ കംപ്ലൈന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഞാനെന്നെ വ്യാജേന എന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കിയേക്കുവാണ് അയാള്. ഞാൻ ചെയ്യാത്ത വേണ്ടാത്ത കാര്യത്തിന് പറഞ്ഞിട്ട് അയാൾ എന്നെ സത്യമായിട്ട് പറഞ്ഞു. അപ്പം നമുക്കില്ല ലോകത്തിലുള്ള അങ്ങനെയാണ് എനിക്ക് എന്തോ ഫേക്കുകൾ വരുന്നുണ്ട്, എന്തോ വൃത്തികേടുകൾ എനിക്ക് ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് ഇവര് പറഞ്ഞു അവര് പറഞ്ഞത് എനിക്ക് പിന്നെ അതിന്റെ പുറകെ നടക്കാനുള്ള സമയം. അതെ ഇയാൾ തന്നെ പറഞ്ഞു പറഞ്ഞ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കത്തില്ല. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലേ ബാബാറ്റേ? തീർച്ചയായിട്ടും. അല്ലേ മമ്മേ? ഉണ്ടാക്കിയതാണെങ്കിലും നമുക്കറിയത്തില്ല, മനുഷ്യന്മാരാണ് അവരിനിയിപ്പോ നമ്മളെ തളർത്താൻ വേണ്ടിട്ട് ചെയ്ത കൂട്ടിയ പരിപാടിയാണോ എന്ന് നമുക്കൊരു സംശയം ഇല്ലാതെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ സത്യാവസ്ഥ എന്തായാലും അല്ലേ അറിഞ്ഞല്ലേ പറ്റുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇന്ന് മദേഴ്സ് ഡേയും കൂടിയാണ്. ഞാനിത് ഇപ്പൊ വീഡിയോ രാവിലെ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതിപ്പോ ഇവിടെ കറണ്ടും ഇല്ല. ആ ടൈമിലാണ് ഇയാൾ വിളിച്ചിട്ട് ഇതിപ്പോ മഴയും പെയ്യും. ആ ടൈമിലാണ് ഇയാൾ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീഡിയോ ഇടാൻ പോലും സമയം. അങ്ങനെയുള്ള നമ്മളാണ് ഫേക്ക് ഏതോ ആൾക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞ എന്റെ സൗണ്ട് ആണെന്ന് പറഞ്ഞോട്ടെ. അത് തന്നെ എന്റെ സൗണ്ട് എന്ന് പറഞ്ഞോണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിയെ കറക്റ്റായി മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കോൾ എടുക്കല മര്യാദയ്ക്ക് സംസാരിക്കാം. കോൾ എടുത്ത പാടെ വേണ്ടാത്ത വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ചോദിക്കാലോ നിങ്ങൾ ഫേക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടോ, എന്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആണെങ്കിൽ നിങ്ങൾ പറയാം. പക്ഷേ ഇയാള് വേണ്ടാത്ത വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അതല്ലാതെ നീ തന്നെയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. അതെ 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 അങ്ങനെ പറഞ്ഞു. നീ തന്നെയാണ്. അയാൾ എന്റെ ബാക്കിൽ എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ അംശം പറഞ്ഞത്? അയാളുടെ ബാക്കിൽ എന്താണ് എടുത്തു ചാടിയല്ലേ അയാളെ ചെയ്തത്? അപ്പൊ നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണ്ട. അറിയണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആരാണ് ചെയ്തത്, ഇത് സത്യമാണോ എന്താന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ കേളിച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. എന്താ സംഭവം നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അയാളെ ഇവിടെ വരുത്തി പറ്റൂ. എന്റെ ഗായ്സേ അതും പറഞ്ഞിട്ട് അയാൾ എന്റെ തന്തയ്ക്ക് വരെ വിളിച്ചു. നല്ല തന്തയ്ക്ക് ജനിക്കണമെന്ന്. എന്റെ തന്ത ഇവിടെ ജീവനോടെ തണ്ടും തടിയോടെ നടപ്പുണ്ട്. എന്നിട്ട് എന്റെ തന്തേനെ കറിയാൻ വിളിച്ചു. എന്നെ നല്ല തന്തയ്ക്ക് ജനിക്കണം. ഇവൻ പറയണോ അത്? എന്റെ തന്ത എനിക്ക് എപ്പോഴും നല്ല. എന്റെ തന്ത എനിക്ക് എന്നും നല്ലതാ. എനിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാലും തന്ത മുമ്പിൽ എത്തുകയും ചെയ്യും. പിന്നെ ഇവൻ പറഞ്ഞു കേട്ടില്ലേ നല്ല തന്തയ്ക്ക് ജനിക്കണമെന്നേ. അങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കേണ്ട കാര്യം അതും പറഞ്ഞിട്ട് സമർത്ഥിക്കലാണ് ഗായ്സേ, ഭയങ്കര സമർത്ഥിക്കലാണ്. ഞാൻ തന്നെയാണ്, എന്റെ ഒച്ച തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളിപ്പോ വിളിച്ചപ്പം ഇടയ്ക്ക് വാവാറ്റ് കയറി സംസാരിച്ചു. അയാൾക്ക് മനസ്സിലായോ ഞാനാണോ ബാബാറ്റിയാണോ സംസാരിച്ചത്? മനസ്സിലായില്ല. അയാളാണോ എന്നിട്ട് ഏതോ ആരോ പറഞ്ഞ വോയിസ് കേട്ടിട്ട് ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞത്? ഗായ്സ് നിങ്ങൾക്ക് ആ ഓഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഞാനിത് ഇപ്പൊ ഇടുന്നുണ്ട്. നിങ്ങളത് കേട്ട് നോക്ക്. നിങ്ങൾ ആ ഓഡിയോ നിങ്ങൾ മുഴുവനും കേൾക്കണം. അയാൾ എന്താ എന്നോട് പറഞ്ഞേ അത് മുഴുവൻ നിങ്ങൾ കേക്ക്. നമ്മൾ ഇനി ഓൺ ദ വേ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ഒരു വ്യക്തിക്ക് വേണ്ട നല്ല ഗുണം അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റേലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കിട്ട് വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടില്ലേ? എന്തുണ്ടാക്കാൻ? ആര് ഫേക്ക് ഐ ഡി? എന്ത് ഫേക്ക് ഐ ഡി? ഇത് ഞാൻ കാണാത്ത പോലെ കാര്യങ്ങൾ എന്താ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്? എനിക്ക് എനിക്ക് പേടിയില്ല. പറയാനുള്ള ഞാൻ കാണിച്ചു തരാലോ. ഉണ്ടാക്കി മനു ചെയ്യുന്ന പോലെ ചെറ്റ പരിപാടി മനുവിനോട് പ്രതികാരമുള്ളവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു. അത് എന്നോടല്ല വർത്താനം പറയാൻ വരണ്ടേ. കേട്ടല്ലോ? മനസ്സിലായോ? എന്താ തന്നെ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? നീയാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. നിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. നിന്റെ വോയിസ് എനിക്ക് അറിയാത്തുണ്ടോ? മനസ്സിലായില്ലേ? നീ എന്തറിഞ്ഞിട്ടാ സംസാരിക്കണതാ? നീ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിട്ട് നീ വെറുതെ തെരുവെടുത്തിട്ട് പോകുന്നുണ്ടോ? കേട്ടോ? അയ്യോ നിന്റെ വീട്ടിലേക്ക് നീ കൊടുക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. അതെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നാ പിന്നെ അവര് ഞാൻ കൊടുത്തോളാം. ഞാൻ ഇവിടെ കൊടുത്തോളാം. ഇങ്ങോട്ട് വിളിപ്പിച്ചോളും. കേട്ടോ? കേട്ടോ? ഞാൻ ഇവിടെ കൊടുത്തോളാം. ഇങ്ങോട്ട് വിളിപ്പിച്ചോളും. ഇങ്ങോട്ട് വിളിപ്പിച്ചോളും. മനസ്സിലായില്ലേ? ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളി വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ എഴുന്നള്ളണോ തഴുതള്ളണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളും. അത് ചീപ്പ് പരിപാടിയാണ്. അതെ ഇത് തന്നെയാ പറഞ്ഞേ. സ്വന്തം ഐഡിയ എന്ന് വന്ന് പറയാനുള്ള ധൈര്യം വേണം. മനസ്സിലായില്ലേ? മനസ്സിലായോ? അല്ലാതെ ഇത് മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യം അത് തന്നെയാ പറഞ്ഞേ. നിനക്ക് എന്തെങ്കിലും സ്വന്തം ഐഡിയ എന്ന് പറയില്ല. അത്ര ഉണ്ടാക്കലല്ല ഇവിടുത്തെ ജോലി. അതെ അതെ അത് മനസ്സിലായി. അത് മനുവിനോട് വേണ്ടാതെ ജോലി അങ്ങനെ ഉണ്ടാക്കി ചോദിക്കാം. അല്ലാതെ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്.
ആ ഉണ്ടാക്കിയ ആളോട് തന്നെ ചോദിച്ചേ. ഏതോനാ ഉണ്ടാക്കിയത്? മനസ്സിലായോ? അവളുടെ ഇങ്ങോട്ട് വാ. വെറുതെ ഈ വേണ്ടാത്ത കാര്യം പറഞ്ഞ് ഞങ്ങളെ വെറുതെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നേക്കല്ലേ? എത്ര കാര്യം എനിക്ക് പറയാനുള്ളൂ. സത്യം പോലെ അറിഞ്ഞിട്ട് വാ. അല്ലാതെ പകുതിയും മുറിയും വാലും കേട്ടിട്ട് പറയാൻ നിൽക്കല്ലേ? മനസ്സിലായോ? അത്രേ അറിയാം. അല്ല, നിന്നെയൊക്കെ എന്തിനാ ഭീഷണിപ്പെടുത്തണ? എന്താ നിനക്കൊക്കെ ഉള്ളത്? എന്ത് ഭീഷണിപ്പെടുത്താനോ നിന്നൊക്കെ? നിക്ക് മനു ഒരു കാര്യം ചെയ്യേ. ആ ഫേക്ക് ഐഡി എടുത്തിട്ട് മനു ഇങ്ങോട്ട് വരെ വീട്ടിലേക്ക് വാ. നമുക്കൊന്ന് കാണണല്ലോ ഇത് ആരാ എന്താന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തെളിയിക്കാതെ. സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിയണം. അതിന്റെ കാര്യം അറിയണം. എന്താ എന്ത് പറഞ്ഞാ മനു പറയുന്നത്? എന്താ കാര്യം എന്നൊക്കെ ഞാൻ കാട്ടിത്തരാം. ഞാനങ്ങ് വരട്ടെ. എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി മറ്റേ എന്റെ പണിയും കളഞ്ഞ് വരാൻ പറ്റില്ലോ. ഞാനങ്ങ് വരുമ്പോ ഞാൻ കാട്ടിത്തരാം. എന്ത് കാട്ടിത്തരാന്ന്? ഇങ്ങോട്ട് എന്താ പറഞ്ഞു? കാട്ടിത്തരാം. അങ്ങ് വരട്ടെ ഞാൻ. വരണം. ഇപ്പൊ തന്നെ വന്നോ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പണിയില്ല എന്നും പറയും. ബാക്കിയുള്ളവർക്കല്ല അങ്ങനെയാ. നിങ്ങൾ ഓരോന്നുണ്ടാക്കി ഞങ്ങളുടെ തലയിലേക്കല്ലേ പണി വെച്ചിരുന്നേ? ഞങ്ങൾക്ക് പണിയില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് തന്നെ. ഇവിടെ ഞങ്ങളും ബിസി തന്നെയാ. നിന്റെ സൗണ്ട് എനിക്കറിയില്ല എന്നൊന്നും നീ കരുതണ്ട. എന്റെ ആ സംഭവം എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം. ആണോ? എന്നാ പിന്നെ കാണിക്കുന്ന കാണണ്ടേ? അയച്ചാ വാട്സപ്പില്. നീ അവിടെ പെടക്കാണ്ടിരിക്കും. എന്താ പെടക്കത്തില്ലേ? ഇതിപ്പോ അത് തന്നെ ഞങ്ങൾ ഇഷ്ടാ പെടക്കണോ വേണ്ടോന്നൊക്കെ. അത് തന്നെ. ഉണ്ടാക്കാൻ വരരുതെന്ന്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടല്ലേ? ഉണ്ടാക്കിയവരോട് പറയേ ഉണ്ടാക്കാൻ വരരുതെന്ന്. ഉണ്ടാക്കിയവരോട് തന്നെ പറഞ്ഞ. മനസ്സിലായില്ലേ? മനു ഇടയ്ക്ക് ഇങ്ങനെ അല്ല മനു എന്നാ പിള്ളേരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും വേണ്ടാത്ത വർത്താനം പറയുകയും ചെയ്യുന്നേ? ആരാ ഭീഷണിപ്പെടുത്തിയാ മമ്മി പറഞ്ഞ? മറ്റേ ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ട് ഇവർക്ക് നേരെയുള്ള ഇതില് ചെയ്യാൻ സമയമല്ല. പിന്നെയാണോ മനു ഫേക്ക് ഐഡി ഉണ്ടാക്കുന്നത്? രണ്ടും കെട്ട സ്വഭാവം കാട്ടുന്നത്. അല്ല എന്നാ പിന്നെ മനു എന്നാ അതിന്റെ ബാക്കി നോക്ക. അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ. അതിന്റെ ബാക്കി നോക്കെന്നാല് ഇവരുടെ തലയെ കെട്ടി വെക്കാതെ. ഫേക്ക് ഐഡിയ ഉണ്ടാക്കി മനുവിനെ അങ്ങനെ കാണിക്കാഞ്ഞിട്ട് ഈ പിള്ളേർക്ക് എന്നാ മനു വേറെ വല്ല ഇതും ഉണ്ടോ? അത് തന്നെ. നമുക്ക് പേടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. മനുവിനോടല്ല ഏത് ചെറ്റാണെങ്കിലും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി തന്നെ പറയും. അത് തന്നെ. അത് തന്നെ. ഫേക്ക് ഐഡിയ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇവർക്കില്ല മനു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വാ. മമ്മിക്ക് ഈ കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ല. മമ്മി ഞാനും തമ്മിൽ എന്താ സംസാരിക്കണേ? കേട്ടുവിടും മമ്മി. അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവരുടെ കൂടെയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അന്നേരം ഈ പിള്ളേരെ ഇങ്ങനെ വേണ്ടാത്ത ഓരോ കാര്യം പറയുമ്പോ എനിക്ക് വിഷമമുണ്ട് മനു. അവളുടെ വോയിസ് എനിക്കറിയാം. മമ്മിക്ക് അറിയില്ല അവളുടെ വോയിസ്. അല്ലേ? അവളുടെ വോയിസ് എനിക്കറിയാലോ. അറിയാം. ഞാൻ കൊണ്ടത് കേൾപ്പിച്ചു അതൊക്കെ പറയാം മമ്മി. എന്റെയാന്ന് പറയാം. എങ്ങനെ കണ്ട വേശിക്കില്ല പെണ്ണുങ്ങളോട് ചാറ്റും ചെയ്ത് അവരുടെ മെസ്സേജ് കാണിച്ചിട്ട് എന്റെ സൗണ്ടാന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഉറപ്പായി ഇത് ചെയ്യാനായിരുന്നു. അതേ ഡയലോഗ് തന്നെ അവിടുന്ന്. ആണോ? അത് എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പറഞ്ഞായിരിക്കും കേട്ടത്. എന്റെ കയ്യിലിരിപ്പാണെങ്കിൽ നിനക്കെന്തേടി? ഞാൻ വേശി പെണ്ണുങ്ങളുടെ മക്കളുടെ അടുത്ത് പോകും. നിനക്കെന്താ? നിന്റെ തെളിവിലാണ് ഞാൻ കഴിയുന്നത്. അങ്ങനെയാണ് മനു ഇടുവാ. ഞങ്ങളത് വീഡിയോ ആക്കി ഇടും. അതെ ഞാനിപ്പോ വരി അറിയട്ടെ. അതന്നെ മനു ഇങ്ങോട്ട് വാ. ഞാൻ ഇപ്പൊ തന്നെ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാനിത് പബ്ലിക് ആക്കും. കാരണം ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞിട്ടാണ് മനു ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ പബ്ലിക് ചെയ്യും. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും ഞാൻ പോസ്റ്റ് ചെയ്യും. മാത്രമല്ല കേസ് കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വരാം. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞത് വലിയ കുറ്റം തന്നെയാ. വിളിച്ചുവാടെ ഭീഷണി അറിയാതെ അങ്ങനെ നമ്മളെ ഉണ്ടാക്കി വെച്ചത് പലതും ഉണ്ടാക്കിയിട്ട് മനുവിനോട് ഞങ്ങൾക്ക് ചാടാറുണ്ടല്ലോ. ഞങ്ങൾക്കും കുറെ ഫേക്ക് വരുന്നുണ്ട്. അത് മനു ഞങ്ങൾ പറഞ്ഞ മനു സമ്മതിച്ചു തരുമോ? അല്ലല്ലേ? അപ്പൊ എന്തോരം ഫേക്കുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ മനു അല്ലാതെ എന്തോ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം. തെളിവും കൊണ്ട് വാ. എന്നിട്ട് ഞങ്ങൾ നേരെ ഫോൺ എടുത്ത് സംസാരിക്കുക. അല്ലാതെ ഇങ്ങനെ വെറുതെ ഫോണിൽ വിളിച്ച് ഭീഷണിയുണ്ടല്ലോ അത് ഞങ്ങളോട് വേണ്ട. നേരെ വാ നേരെ പോകും. പരാതി കൊടുക്കാൻ നമുക്കറിയാതെ ഇതറിയണം. ഇതറിഞ്ഞേ പറ്റുള്ളേ. ഇത് നമുക്കറിയണം. മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കേൾക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്.
ഇങ്ങനെ വെറുതെ പറയുന്ന കേട്ടോ ഫേക്കറി ഉണ്ടാക്കിയിട്ട് കുഞ്ഞാറ്റ വിളിച്ചു. വേറെ ആരും ഞങ്ങൾക്ക് അതിന്റെ നേരെ അയ്യോ മനുവിനെ പേടിച്ച് ഫേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്താ വട്ടാണോ? അത് മാത്രമല്ല നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കാൻ പ്രാന്തന്മാരാണോ അവിടെ ഇരിക്കുന്നത്? അത് തന്നെ അങ്ങനെ അത് നേരിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളോട് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം സ്റ്റേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങളെ പോലെ അല്ല ഞങ്ങള്. അതന്നെ ഒളിച്ചിരുന്ന പാത്തും പതുങ്ങി ഓരോന്ന് മെസ്സേജ് അയക്കണ്ടേ, ഒച്ച മാറ്റി സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എന്തെങ്കിലും പറയണ്ടേ അത് നേരിട്ട് പറയും, അത്രേ ഉള്ളൂ. അല്ല കാര്യം അറിഞ്ഞിട്ടാണോ അതന്നെ മനു എന്ത് കാര്യം അറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ആദ്യം പോയി തെളിവ് ശരിക്കും ഇത് അറിഞ്ഞേ പറ്റൂലേ. മനു ഇവിടെ വരണം, ഫോണും കൊണ്ട് ഇവിടെ വരണം. ഇതിന്റെ സത്യാവസ്ഥ എന്താ ഞങ്ങൾക്ക് അറിയണം. അല്ല ഒരു സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കൊടുക്കുക, അപ്പൊ അറിയാലോ ആരുടെ ഫോണിൽ പരാതി കൊടുത്ത് നമുക്കറിയണം. അത് ഞങ്ങൾക്കറിയണം. പക്ഷെ ഞങ്ങൾക്കറിയാം. ഏതായാലും പറഞ്ഞല്ലോ ഞങ്ങളാണ്. അപ്പൊ ഇത് ഞങ്ങളാണോ അല്ലാതെ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാ ഉള്ളത് മനു. അതുകൊണ്ട് എന്താന്ന് വെച്ചാ ഏതും വരാത്ത മനു നമ്മളോട് ഇങ്ങനെ പറയുന്നേ ഫേക്കറി ഉണ്ടാക്കിയിട്ട്. ഇനി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ നേരിട്ട് വാ, അപ്പൊ സംസാരിക്കാം. എവിടെയെങ്കിലും കൊണ്ട് പരാതി കൊടുത്തു എന്ത് വേണം ചെയ്തോന്ന് പറഞ്ഞു. അതന്നെ തന്നെ ചെയ്യാൻ പോകുന്നത് എന്ത് വേണം ചെയ്യാൻ പോകും. അതന്നെ അയാളെവിടെ കണ്ണൂരെങ്ങാണ്ട് പണിയെടുക്കുക, ആൾക്ക് ഒരാഴ്ച പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അയാളെ നമുക്ക് ഇപ്പൊ ഇവിടേക്ക് വരുത്തിക്കാം, കാണിച്ചു കൊടുക്കാം നമുക്ക്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൺ ദ വേ ഇതേ കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പരാതി രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മൾ അറിയുക പോലും ചെയ്യാത്ത കാര്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോ വിളിച്ചിട്ട് എന്തൊക്കെയോ അവർക്കൊക്കെ തോന്നിയ പോലെ പറയുക, അതും നമ്മുടെ അച്ഛനെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്താ ഗായ്സ്, ഇതൊക്കെ അനീതിയല്ലേ? എന്താണ് ഒരു കാര്യം അറിയാതെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൺ ദ വേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പം വാവാറ്റയാണ് വരുന്നത്. അമ്മയും പങ്കനും അവിടെ ഇരുന്ന് കാട്ടിലിറങ്ങിയിട്ട് മുണ്ടിൽ നിറച്ചും കൊണ്ടോനെ കുത്തി കൊണ്ട് നിറച്ച് നമ്മുടെ അല്ലാത്ത കാര്യത്തിന് നമ്മുടെ അല്ലാത്ത എന്താ പറയുക കാര്യമല്ല ഇത്, പക്ഷെ നമ്മുടെ കാര്യമാണ്. നമ്മുടെ വ്യാജേനയാണ്. അപ്പം നമുക്ക് തെളിയിച്ചേ പറ്റുള്ളൂ. നമ്മുടെ സമയമാണ് അവരൊക്കെ കാരണം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കാര്യമില്ലാതെ നമ്മുടെ സമയത്തിന് എന്താ ഒരു വിലയില്ലേ? അത് തന്നെ. പക്ഷെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളല്ല എന്നുള്ളത്. അത് നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് പോയി എന്താ അവസ്ഥ നോക്കാം. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഞങ്ങൾ എടുക്കില്ല കേട്ടോ. വ്യൂ ഉണ്ടാവുള്ളൂ. അതെ, നമ്മളെല്ലാം എന്താ പറയാ പൗരന്മാരാണല്ലോ, ഇന്ത്യൻ പൗരന്മാര്. അതെ, അതുകൊണ്ട് പാലിക്കണല്ലോ. പോലീസ് സ്റ്റേഷൻ എത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് വേഗം പോയി പരാതി കൊടുത്തിട്ട് വേഗം വരാം. എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കി വരാം അല്ലേ. ഗായ്സ്, അങ്ങനെ നമ്മൾ 6:45 നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മളോട് വിളിക്കുമ്പോൾ അപ്പോൾ വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളെ ഇന്ന് വിളിക്കും, നാളെ പോലീസ് സ്റ്റേഷനിൽ അയാളെ ഹാജരാക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ വിളിക്കും അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കൊടുത്ത ഫയലിൻ്റെ എവിഡൻസാണിത്. ഇതാ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ പോവാണ്. ഓരോ വള്ളികൾ വരുന്ന വഴി ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ വരുത്തി വെച്ചതല്ലേ, അപ്പൊ അവര് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പറയുക. അത് അവരെ കുഴപ്പമില്ല, ചെയ്യാത്ത കാര്യത്തിനാണ്. അപ്പം അവരതിന്റെ വീണെ അവരെ വരുത്തി വെച്ചതല്ലേ, അവരെന്നെ അനുഭവിക്കണം. ഗായ്സ്, നമ്മളിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മുടെ എന്താ കേസിൻ്റെ ഒരു കോപ്പിയാണിത്, റെസിപ്റ്റാണ്. അപ്പം എന്താ പറയുക, നാളെ ഇനി നമ്മളെ വിളിക്കുമ്പം നമ്മളിനി അവിടേക്ക് ചെന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എന്നാണോ വിളിക്കുന്നത്, നാളെ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെ എന്നാണോ വിളിക്കുന്നത് അന്ന് നമ്മൾ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ധ്യ വിളക്കൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയാണ്, ചെയ്യാത്ത തെറ്റിനാണ് അയാൾ വിളിച്ചിങ്ങനെ ഓരോ വേണ്ടതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ പാരൻസിനെയൊക്കെ വിളിക്കുക, എന്താ നോക്ക്. എന്തായാലും ഗൈസ്, ഇതിൻ്റെ സത്യം നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഹായ്, ഹലോ ഗായ്സ്. അപ്പം എന്താ പറയുക, ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്. 11-ാം തീയതി കൊടുത്ത പരാതിയാണ്, ഇന്ന് 22-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ലാഗിങ് ആയിരുന്നു. നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും ദിവസമായിട്ടും ഇന്നാണ് അവർക്ക് ചൂട് കയറിയത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ആക്ഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പരാതിയാണിത്. അപ്പം നമ്മളിനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം
നമ്മളിനി പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ച് നമ്മളെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് മോർണിംഗ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അങ്ങനെ അവർ അയാളെയും കൂടി വിളിച്ച് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞ് 10 മണിക്ക് അയാൾ അവിടെ ഹാജരാകുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ വന്നതിന് ശേഷം നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇതേപ്പോൾ സമയം വന്നിട്ട് 10:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് വരാൻ വേണ്ടി പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മളിതേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കാം. നമ്മുടെ ഭാഗത്താണ് ന്യായമുള്ളത്. അപ്പോൾ എവിടെയും സത്യം മാത്രമാണ് ജയിക്കുള്ളൂ. അപ്പോൾ ഇന്ന് പോയാലാണ് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നേർക്ക് നേരെ നിന്ന് നമ്മൾ ഇനി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട്. അപ്പം ഞാനും വാവാറ്റിയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കാം. എന്താണ് ഇനി അവിടെ ചെന്നിട്ട് നടക്കാൻ പോകുന്നത്, എന്താ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. ചെന്നാൽ മാത്രമാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്താണ് ന്യായമുള്ളത്, അത് മാത്രമാണ് വിജയിക്കുള്ളൂ എന്ന് നമുക്കറിയാം. സത്യം എവിടെയാണെങ്കിലും അത് വിജയിച്ചിരിക്കും, വിജയിപ്പിക്കുകയും വേണം. അപ്പം നമുക്ക് ഓൺ ദ വേ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താവും ഇന്നത്തെ കാര്യം എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ സത്യമുള്ളത് സത്യമാണ്, എവിടെയും എന്നും ജയിക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ല, അപ്പം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാണെന്നാണ്. അപ്പം നമ്മളല്ല എന്നുള്ള കാര്യം നമുക്ക് അവിടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടാക്കി പറഞ്ഞത്. അപ്പം നമുക്ക് അവിടെ തെളിയിക്കാത്തൊരു സമാധാനം ഇല്ല ഗായ്സ്. അങ്ങനെ ഇത് കേണിച്ചിറ പോലീസ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് മാന്യമായ രീതിയിൽ സംസാരിക്കായിരുന്നു, പക്ഷേ അയാൾ മാന്യതയോടെ അല്ല സംസാരിച്ചത്. അങ്ങനെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൺ ദ വേ പോവാം. ഗായ്സ്, ഇപ്പോൾ നമ്മളിതേ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വളരെ എന്താ പറയുക നീതിയില്ലാത്ത പോലീസുകാരുടെ അടുത്തുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രതിയായ അവസ്ഥ. അതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിന് മുമ്പത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ കാര്യം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യം പറഞ്ഞ് അയാളുടെ പേരെന്നേറ്റ് ബിനീഷ് KV എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പേര് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആള്. നമ്മളിതിനെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് 11-ാം തീയതി കൊടുത്ത കേസ് മെയ് 11-നാണ് നമ്മൾ കേസ് കൊടുത്തത്. എന്നിട്ടും ഇന്ന് 22-ാം തീയതി ആയി. എന്നിട്ട് ഇവർക്ക് ഒരു അനക്കവും ഇല്ല. അപ്പൊ നമ്മൾ ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ 20-ാം തീയതി രാവിലെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. കാരണം സാധാരണയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോലീസുകാർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്പറിലേക്ക് വിളിച്ച് പിറ്റേ ദിവസം നമ്മളോട് വന്നവരെ ഹാജരാകാൻ പറയും. അപ്പൊ നമ്മളന്ന് ഉച്ച കഴിഞ്ഞാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. 11-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് ഇയാൾ ഇങ്ങനെ സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ചെയ്യാത്ത കാര്യം. അപ്പൊ തന്നെ നമ്മൾ വൈകുന്നേരം കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളെ നാളെ ഞങ്ങൾ വിളിപ്പിക്കും, ഇയാളെയും കൂടി വിളിക്കും, നിങ്ങൾ ഇപ്പൊ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ നമ്മള് 20-ാം തീയതി നമ്മൾ ഇവരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൻ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പുതിയ ആളാണ്, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ നമ്പർ വന്നു. അപ്പൊ സുനി എന്ന് പറഞ്ഞ പോലീസ് ഓഫറിന്റെ നമ്പറാണ്. സുനിയല്ലേ പോലീസ് ഓഫറിന്റെ നമ്പർ, ഓഫീസറിന്റെ നമ്പറാണോ എല്ലാം തെറ്റുക, പോലീസ് ഓഫീസറിന്റെ നമ്പറാണ് തന്നത്. എന്നിട്ട് പറഞ്ഞു ഈ പോലീസ് ഓഫീസറാണ് നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്നത്, അവരോട് നിങ്ങളുള്ള കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സുനി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിനെ വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം നമ്മളോട് ഫസ്റ്റ് പറയുന്നത് അയാളുടെ വീട് കുപ്പാടിയല്ലേ, കുപ്പാടിയുള്ള ആളുടെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞേ? കുപ്പാടിയുള്ള ആളല്ലേ? കുപ്പാടി അല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ അല്ല, കുപ്പാടിയുള്ള ആളായിരുന്നോ നിങ്ങൾ? അവരുടെ കാര്യമല്ലേ പറഞ്ഞെന്നൊക്കെ പറയാ. അല്ല, അതല്ല സാറേ. മെയ് 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഫോൺ ഇങ്ങനെ ഫേക്ക് മെസ്സേജ് വന്നു, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓ അതാണോ ഒരു കാര്യം നമുക്ക് ആ വോയിസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ തന്നെ കേട്ട് നോക്കി. അയാൾ വിളിച്ച കാര്യം നിങ്ങൾ തന്നെ പോലീസ് ഓഫീസർ വിളിച്ച റെക്കോർഡിംഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അവന് കുപ്പാടിയല്ല അവന്റെ വീട്? കുപ്പാടിയാണോ? ആണോ? കൊച്ചിന്റെ ഒരു പ്രശ്നമല്ലേ? കൊച്ചിന്റെ ആയിട്ട്? അതെ, ഞാനാ പരാതി തന്നെ. അതെ, നിങ്ങൾ രാത്രി വന്നിട്ട് പരാതി തന്നല്ലേ? അതെ. അവന് അവൻ തന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ അവനെ നിങ്ങൾ അവന്റെ വീട് കുപ്പാടിയാണെന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ രാത്രി വന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞു കുപ്പാടിയാണ് അവന്റെ വീട് എന്നൊക്കെ പറഞ്ഞു. രാത്രി അന്നുണ്ടായിരുന്ന പോലീസുകാരൻ ഇരുളം പുൽപ്പള്ളി ഭാഗത്ത് അയാളുടെ വീട് വരുന്നത്. അതെയോ? അത് പ്രോപ്പർ സ്ഥലം എവിടെയാ? കുപ്പാടിയാന്ന് പറഞ്ഞാൽ ഞാൻ കുപ്പാടി പോയി അന്വേഷിച്ചു. ഇല്ല, കുപ്പാടിയല്ല. കുപ്പാടി അന്ന് രാത്രിക്ക് വന്നൊരു കുപ്പാടി ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു. രാത്രിക്കല്ലേ നിങ്ങൾ വന്ന് പരാതി കൊടുത്തവിടെ? ഞങ്ങള് വൈകുന്നേരം ആയപ്പോഴേക്കും വന്നായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാ?
ഒരു 6:30 ഒക്കെ കഴിഞ്ഞ അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ആ പരാതി കൊടുത്തിട്ട്. ആ അവിടെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു തോന്നുന്നു. ഞാൻ ഇന്ന് അവിടെ ഇല്ല. ഞാൻ നാളെ നിങ്ങൾ വിളിക്കണേ. നാളെ രാവിലെയാ? നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. അതെന്തായാലും സംഭവം അതെന്തായാലും ഞാൻ കുപ്പാടിയുള്ള വേറെ പരാതിയാണോ? കുപ്പാടി ഞാൻ അന്വേഷിച്ചത്. അല്ലല്ല, അയാള് നമ്മളെ വിളിച്ചിട്ട് പറയാ അയാൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫേക്ക് തുടങ്ങി, അയാള് തെറി വിളിച്ചു. മനസ്സിലായി. അതും വിളിച്ചിട്ട് ആ നമ്പറിൽ കിട്ടുന്നില്ല. എന്തായാലും നാളെ അത് നിങ്ങൾ തന്ന പരാതി പറയാം. ഞാൻ പറഞ്ഞ പരാതി പറയാം, കുപ്പാടി എന്നുള്ള പരാതി പറയാം. അത് അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ നാളെ നിങ്ങൾ വിളിക്കണേ. ശരി. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നുണ്ടോ? പുള്ളി വിളിക്കുക ഉണ്ടോ? ഇല്ല, ഇത് നമുക്ക് അറിയണമെന്നുണ്ട് ആരാണ് ചെയ്തത്. ഇനി വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തി എന്താ ചെയ്യാ? അപ്പം ഇതെന്തായാലും നമ്മൾ ചെയ്യാത്ത കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിൽ എന്താണെന്ന് നമുക്ക് അറിയണം. എന്തായാലും ഞാൻ നാളെ നിങ്ങളൊന്ന് വിളിക്കട്ടെ. നാളെ 10 മണിയൊക്കെ ഒന്ന് വിളിക്കാം. ശരി. അപ്പൊ ഇന്ന് മെയ് 22 അപ്പൊ ഇന്നാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പോലീസുകാരുടെ കുറച്ച് പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. അപ്പൊ കാരണം ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു ദേഷ്യത്തിൽ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു ഹാങ് ഓവറിൽ അതൊന്നും എന്തൊക്കെയാന്നുള്ള മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ ഈ കാര്യം ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യം ഞാൻ ഇടാം. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നത് ഒരു 9 മണിയായപ്പോ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചപ്പം ഇന്നാണല്ലോ 22 അവർക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ കേസ് തെളിയിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മുടെ പേരിൽ നമ്മളല്ലാന്നും നമ്മളാന്നും പറഞ്ഞ വന്ന കാര്യമാണ്. നമ്മൾ അറിയാത്തയും കേൾക്കാത്തയും കാര്യം അത് തന്നെ. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചവരോട് പറയാണ്, സാർ എന്നാ നമ്മളാ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരികയാണ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാനൊന്ന് അയാളെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് അയാൾ വരുമോന്ന്, എന്നിട്ട് നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണി 9:45 ആയപ്പോൾ പിന്നെ വിളിക്കാം. എന്നിട്ട് പറയാണ് പ്രതി 10 മണിയാകുമ്പോഴേക്കും അവിടെ വരും, അപ്പൊ നിങ്ങൾ ആ ടൈം ആകുമ്പോൾ വരാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പൊ അങ്ങനെ നമ്മൾ റെഡിയായി വേഗം ഒരു 10:30 ഒക്കെ ആയപ്പോഴേക്കും ഇറങ്ങി 10:45 ആയപ്പോഴേക്കും നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അയാളെ കണ്ടു. അയാൾ അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളോട് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 11 മണി 11:30 ഒക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, വേറെ ആരുടെയൊക്കെ പ്രശ്നങ്ങൾ, അതൊന്നും നമുക്ക് നോക്കണ്ടല്ലോ. അങ്ങനെ ഒരു 11:30 ഒക്കെ ആയപ്പോൾ നമ്മളെ പ്രശ്നം ചോദിക്കാൻ വേണ്ടിട്ട് പോലീസ് വന്ന് വിളിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പം നമ്മുടെ പരാതി എടുത്ത സുനി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി റൂമിലേക്ക് നമ്മുടെ പ്രശ്നം എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രോബ്ലം. എന്റെ ഗായ്സെ പ്രശ്നം ഞാൻ പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും അത് അയാൾക്ക് തെറ്റി പറ്റിയതായിരിക്കും. അത് ക്ഷമിച്ചേക്ക്, അയാൾ ക്ഷമ പറയാന്ന് പറഞ്ഞു. അയാളെ മര്യാദയ്ക്ക് നമ്മള് കണ്ടുപോലും ഇല്ല. പ്രശ്നം എന്താന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് സുനി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ നമ്മൾ പറഞ്ഞാണ് എന്താ ചെയ്യണ്ടേ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ലാഗാക്കിയതിന്റെ 20-ാം തീയതി വരെ വെച്ച് നീട്ടിയതിന്റെ കാര്യം മനസ്സിലായി. പിന്നെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇതെന്തോ ഒത്തുചേർന്നുള്ള കളിയാണ്. നമുക്ക് സംശയം വന്നു, നമുക്കറിയത്തില്ല, നമ്മുടെ സംശയമാണ് പറയുന്നത്. അപ്പം നമ്മളങ്ങനെ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ടാന്ന് ഓർത്തിട്ട് നമ്മൾ മൊത്തം ക്ഷമിച്ചോണ്ടിരിക്കുകയാണ്. ഈ വോയിസ് റെക്കോർഡിങ് സാറ് കേട്ടിട്ട് സാറ് പറയേ. അപ്പൊ തന്നെ സാറ് പറയാണ് അത് അയാള് ക്ഷമ പറയാൻ വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്, അയാൾക്ക് തെറ്റുപറ്റിയതാന്ന്. ആ സാറിന്റെ മോളുടെ വീട്ടിലേക്ക് സാറിന്റെ മോളുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുവാണ്. ആ സാർ അങ്ങനെ പറയുവോ? അയാൾ അങ്ങനെ പറയുവോ? പറയൂ അയാള് കൂമ്പിടിച്ചു പാട്ടും. അപ്പൊ നമ്മള് പെണ്ണുങ്ങളായതുകൊണ്ട് സഹിച്ചോണം. എന്നിട്ട് പറയാ അയാൾക്ക് തെറ്റുപറ്റിയതാ പറയാ ബാധിക്കലാണ്. എന്നിട്ട് പ്രതി ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളായിരുന്നു അവിടെ പോയപ്പോ പ്രതികള്, അയാള് വാദി. പ്രതിക്ക് വേണ്ടി ഒരു കാര്യം ഒന്ന് പറയാൻ നിങ്ങളല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കേ, അവൻ തെറ്റുപറ്റിയതാ, ക്ഷമ പറയും. ഇങ്ങനെ പറയാൻ എന്ത് അധികാരം ആ പോലീസ് ഓഫീസറിനുള്ളത്? കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ലാസ്റ്റ് ക്ഷമ പറയാന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നോ? അതോ ഞങ്ങളുടെ വായിന്ന് ഞങ്ങൾ പറഞ്ഞു പോലും ഇല്ല, അതിനു മുമ്പ് ഞങ്ങളുടെ വായ അടപ്പിക്കാനാണ് ഇരിക്കുന്നത്? ഇതൊക്കെയാണോ ഒരു പോലീസ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി? എന്താ ഗായ്സേ എവിടുന്നാ നമുക്ക് നീതി കിട്ടുന്നത്? പ്രതികളെയൊക്കെ ഉണ്ടല്ലോ പോലീസുകാർ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് വളർത്തുന്നത്. ഈ ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സംസാരം, കേണിച്ചിറ പോലീസ്
സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോയത്. അത് ആരും മറക്കണ്ട, കേണിച്ചിറ പോലീസ് സ്റ്റേഷൻ. സുനി എന്ന് പേര് പറഞ്ഞ് ഈ പോലീസ് ഓഫീസറിന്റെ അടുത്ത് വളരെ ചീത്ത ഒരു പെരുമാറ്റമാണ് നമ്മൾക്ക് നേരെ ഉണ്ടായിരുന്നത്. കാരണം പ്രതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ പോലീസ് ഓഫീസർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലെ പോലീസാണിത്. അപ്പൊ വളരെ ചീത്ത പെരുമാറ്റമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ നമ്മളെയാണ് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നത്, നമ്മളല്ലേ അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് തെറ്റ് ചെയ്തവരുടെ കൂടെ എന്നിട്ട് ഇവരിങ്ങനെ പറയാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ പോലീസുകാരൊക്കെ എന്തിനാ ഇരിക്കുന്നത്? എന്തിനു വേണ്ടിട്ടാ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്? നമ്മുടെ അതുപോലെ വിളിച്ചതൊന്നും ഒരു കുറ്റമല്ല, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ല. ഞങ്ങളുടെ അച്ഛനെ നീ എന്തിനാടാ വിളിച്ചതെന്ന് ചോദിക്കാൻ പറയാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ വാ മൂടിക്കെട്ടി മിണ്ടാതിരിക്കെ ഓടിക്കുവാണ്. നമ്മളോടാണോ മിണ്ടാതിരിക്കാൻ പറയണ്ടേ? ചെറ്റ വർത്താനവും ചെറ്റത്തരവും കാണിച്ചിട്ട് ഒരുത്തിന് ഇരിപ്പുണ്ട്. അവനോട് പറയാൻ ആർക്കും നാക്കുണ്ടായിരുന്നില്ലല്ലോ. അയ്യോ നീ ഇനി ആവർത്തിക്കില്ലട്ടോ, ഇങ്ങനെയൊന്നും അതുപോലും പറഞ്ഞിട്ടില്ല. അയാൾക്കൊരു തെറ്റ് പറ്റിയതാ, നിങ്ങളൊന്ന് ക്ഷമിക്കുന്ന ഞങ്ങളോട് പറഞ്ഞത്. അത് തന്നെ. അത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇനി ഇങ്ങനത്തെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരല്ലേ. അത് ഞങ്ങളോട് അറിയാം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഞങ്ങളുടെ അടപ്പിക്കലാണ് ആ പോലീസ് ഓഫീസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളെ എല്ലാ പോലീസുകാരും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കേസ് ഏറ്റെടുത്ത സുനി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിനെ എതിരാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം കംപ്ലൈന്റ് തരാൻ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് തന്നെ, അവരുടെ പ്രശ്നം നേരിട്ട് അതും ഇയാളെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നു. സത്യമായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്കുള്ള കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങൾ നിങ്ങളോട് പറയുക. അത് മാത്രമല്ല, നമ്മളങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനമാണ്, നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കുണ്ടായ അനുഭവം പക്ഷെ നിങ്ങൾ അറിയണം, ഓരോരുത്തരും നമ്മളോട് എങ്ങനെ പെരുമാറുന്നതെന്ന്. നീതി തേടി പോയിട്ട് അവസാനം നമ്മള് പ്രതികളായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവിടെ പ്രതി കൂളായിട്ടിരിക്കുന്നു, നോ പ്രോബ്ലം. വാദിച്ച് ഞങ്ങൾക്ക് ഭയങ്കര കുറ്റം. അത് തന്നെ, ഞങ്ങളുടെ വായ അടപ്പിക്കല്. അവൻ പറഞ്ഞൊന്നും തെറ്റല്ലേ. അപ്പൊ കുറ്റവാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ പോലീസുകാരും അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാരണത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം. നല്ല പോലീസുകാരും ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, നല്ല പോലീസുകാരുണ്ട്. അവരെ ഞാനൊന്ന് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ ഒരു പോലീസുകാരനെ നമുക്ക് ഒരിക്കലും റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. കാരണം ഞങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അത് തെറ്റ് ചെയ്തവർക്ക് അവിടെ എന്താ പറയാ, എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരണം എന്നോട് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ പോലെ പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ക്ഷമ പറയാന്ന് പറഞ്ഞല്ലോ. അയാൾക്കൊരു തെറ്റ് പറ്റിയതാ, ക്ഷമിക്കുക. നമ്മളോട് ക്ഷമിക്കാൻ. ഈ പറയുന്ന ആള് നമ്മളാന്ന് തോന്നിയിട്ട് വിളിച്ചപ്പോ തോന്നിയില്ലല്ലോ. ഈ പറഞ്ഞതിനൊന്നും ഒരു കുറ്റവും. നമ്മളാണ് അങ്ങനെ പറയുന്നെങ്കിൽ ഇയാള് ഇങ്ങനെ ഇരിക്കുവോ? സൈബർ കുറ്റമല്ല അയാള് ചെയ്തത്, സൈബർ ബുള്ളിങ് തന്നെയാണ്. അത് തന്നെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോലീസുകാരൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യേണ്ടത്? എവിടെ കൊണ്ടാ പരാതി കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ ഇനി മുതൽ എന്താ ചെയ്യേണ്ടത് അറിയാം? മറ്റേ പോലീസ് സ്റ്റേഷനിലേക്കല്ല നമ്മൾ ചെല്ലേണ്ടത്. ആദ്യം തന്നെ എന്താ അറിയാൻ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ആദ്യം തന്നെ റിപ്പോർട്ടറിനോ 24നോ ഇങ്ങനെയുള്ള ന്യൂസ് ചാനൽസ് ഉണ്ടല്ലോ, അവരുടെ കയ്യിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് SP ഓഫീസിലേക്ക് പോകും. ഇനി അവിടുന്ന് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അതിന് മുകളിലുള്ളത് എന്താണ് അവിടെ ചെയ്യും. നമ്മൾ സൈബർ കുറ്റല്ല, അപ്പൊ നമ്മൾ അത് ചെയ്യണ്ടേ? സൈബർ സെല്ലും കൊടുക്കും. നമുക്ക് പറ്റുന്നിടത്തൊക്കെ നമ്മൾ കൊടുത്ത് അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ വാങ്ങി തന്നെ കൊടുക്കും. പക്ഷെ ഈ ഒരു കുറ്റവാളിക്ക് ഇവിടെ ശിക്ഷ ശരിക്കും കിട്ടിയിട്ടില്ല. അത് തന്നെ തലോടി പറഞ്ഞുവിടുകയാണ് ചെയ്തത്. ക്ഷമാന്ന് മര്യാദ ഇക്ഷായുമായും പറയുക പോലും ചെയ്യാതെയാണ് ഇറങ്ങിപ്പോയത്. അതന്നെ. അതൊക്കെ അപ്പോഴേക്കും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഫോണിൽ കൂടി പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണുമല്ലോ, നേരിട്ട് വാടി വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്ന ഗൈസ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അയാൾ പറഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചെന്നപ്പോ മുതൽ നമ്മളോട് മിണ്ടായിരിക്കും ചെന്ന കയറുമ്പോ മുതൽ മിണ്ടായിരിക്കാനാ പറയുന്നത്. എന്ത് മിണ്ടാതിരിക്കാൻ? അവിടെ പറഞ്ഞവനൊരു കുഴപ്പമില്ലല്ലോ, എന്നിട്ട് നമ്മളോടാണ് മിണ്ടായിരിക്കാൻ പറയുന്നത്. പിന്നെ പറയണ്ടേ? സാമാന്യ മര്യാദ വെച്ച് പിന്നെ ചൂടാവുന്നില്ല. അതേപോലെ വലിയ ഭൂകമ്പായേനെ, അടിയായനെ. ഒന്നാമത് ഇച്ചിരി ഒച്ചെടുത്തപ്പോഴേക്കും പോലീസുകാരെല്ലാം കൂടി ഓടി വന്ന് ചുറ്റിനും നിന്നു. അത് തന്നെ. ഇനിയിപ്പൊ അയാളെ പിടിച്ച് കുലുക്കി 2 കൊടുത്തായിരുന്നെങ്കിൽ അവിടെ അയാൾ ഉമ്മ വെക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. പകരം ഞങ്ങളെ തല്ലും. അങ്ങനത്തെ അവസ്ഥ ഇപ്പൊ കടന്നു. ഇതിപ്പോ എന്താണ് എന്റെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളരിക്കാ പട്ടണം. നമുക്കിപ്പോ ഒരു കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞാ എന്നാ കേസ് ചെയ്യണ്ടേ? എന്താ ചെയ്യാ? ഇതിനെന്താ ഉള്ളത്? എന്തിതാ ഉള്ളത്? കുറ്റവാളികൾക്ക് ശിക്ഷയില്ല. അത് തന്നെ. നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്നത്. അത് തന്നെ. ഇത് തെറ്റ് ചെയ്യാതെ ശിക്ഷ. എന്താ ഇത്? എന്തൊരു നിയമം ഇത്? സത്യം. പരാതിയൊക്കെ പിന്നെ നിയമം ഉണ്ടെങ്കിലും അതിനെ വളച്ചൊടിച്ച് ഇല്ലാതെയാക്കാൻ നോക്കുന്ന കുറെ പോലീസ് ഓഫീസേഴ്സ്. അത് തന്നെ. ഈ ഒരു പോലീസ് ഓഫീസർ എന്നാണ് വന്നത്, ഓഫീസറും ഇത് തന്നെയാണ് ചെയ്തത്. അത് തന്നെ. ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്?
നമ്മൾ എന്ത് ചെയ്യും? ഒരു പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവസ്ഥ കണ്ടില്ല എന്താന്ന്. സത്യമായിട്ടും വെള്ളിഗ്രാമത്തിന്റെ പരാതിന്റെ റെസിപ്റ്റും മെസ്സേജൊക്കെ വലിയ കാര്യത്തിൽ എന്റെ ഫോണിലേക്ക് അയച്ചു. എന്നിട്ടോ എടുത്തിട്ടുണ്ടെന്നും ഒരു അഡ്രസ്സും ഇല്ല, പോലീസുകാരുടെ ഇല്ല. വിളിച്ചോണ്ട് ഇപ്പൊ ഇന്ന് പോയി, അല്ലെങ്കിൽ പിന്നെ ഈ കേസേ ഉണ്ടാവില്ല അല്ലേ? അയാൾ അങ്ങനെ മുങ്ങി നടക്കുകയും ചെയ്യും. അല്ലെ തന്നെ ഇപ്പൊ മുങ്ങി നടക്കേണ്ട കാര്യമില്ല, അയാള് സുഖമായിട്ട് പെണ്ണുങ്ങളായതുകൊണ്ട് മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇരുന്നോണം. ആണുങ്ങളുടെ ഷാഠ്യം വേണം, ഷാഠ്യത്തിൽ ഞങ്ങൾ അതായത് പോലീസ് ഓഫീസർ ആണാണ്, പ്രതി ആണാണ്. അപ്പൊ ഇവരുടെ രണ്ടിനെ വർത്താനം കേട്ട് മിണ്ടരുതെന്നാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ, അതുകൊണ്ട് സഹിച്ചോണെന്ന്, നമ്മളോട് വന്നാലും നമ്മൾ സഹിച്ചോണം. നമ്മൾ ആണുങ്ങളല്ല. മിണ്ടരുത്, വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടുകാരോട് പറയട്ടെ മിണ്ടരുതെന്ന്. കാരണം മിണ്ടാനുള്ള അധികാരം നമുക്കുണ്ട്. അതന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ നമ്മളെന്നല്ല വേറെയുള്ളവരും ആണെങ്കിലും എങ്ങനെ കൊണ്ട് പരാതി കൊടുക്കും ഇങ്ങനെയുള്ള പോലീസുകാർ അവിടെ ഇരിക്കുന്നതെങ്കിൽ? എന്ത് നീതി അവിടെ കിട്ടാൻ പോകുന്നത്? ഞങ്ങൾ ഇത്രയും പറഞ്ഞ കാരണം ഞങ്ങളുടെ നേരെ ഒന്നും വന്നിട്ടില്ല, ഞങ്ങൾ ഇത്രയും പറഞ്ഞത് കൊണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്നിട്ട് തന്നെ ഞങ്ങളുടെ വായ അടപ്പിക്കാനാണ് നോക്കിയത്. ഞങ്ങളുടെ എന്നിട്ട് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിച്ചു. സാറേ, ഇയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ, ഞങ്ങളുടെ തന്തയ്ക്ക് വരെ വിളിച്ചത്. അപ്പൊ സാറിന്റെ വീട്ടിലേക്കോ അല്ലെ സാറിന്റെ മക്കളെയോ ആരെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിൽ സാറ് വെറുതെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ സാറിന് വായില്ല. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രതിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മെസ്സേജ് അയക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കും ചോദിച്ചു. കൊലക്കുറ്റത്തിന് കൊണ്ട് കേസ് കൊടുക്കില്ല നമ്മുടെ പേരില്. സത്യമായിട്ടും അയാൾക്കും അവിടെ വായില്ല. ഇത് അപ്പോൾ പറയുന്നത് എന്തറിയോ, തെറ്റ് പറ്റിയതല്ലേ, ക്ഷമിക്കും, എല്ലാം ക്ഷമിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ തെറ്റുകളേ ഉള്ളൂ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ക്ഷമിച്ചോണ്ടിരുന്നാ മതി. എന്തായാലും ഇത് വളരെ അന്യായമായ കാര്യം തന്നെയാണ് കാഴ്ച ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ എവിടെ കൊണ്ട പരാതി കൊടുക്കും? ആരോട് പറയും? തീർച്ചയായിട്ടും ആരോട് പറയും? അപ്പൊ ഇനി ഇങ്ങനത്തെ അവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ അല്ല. നമുക്ക് ഇപ്പോഴും കൂടി സമാധാനം കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും ഒരു നീതി കിട്ടുമെന്നുള്ള ഓർത്തോണ്ടാണ് അങ്ങോട്ട് എഴുന്നള്ളിയത്. അപ്പൊ അവിടെ നിന്ന് അവരുടെ പ്രതികരണം വളരെ ചീത്തയായിരുന്നു. അപ്പം ഇനി പ്രതിനെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കണ്ട, നേരെ ചാനലിലേക്ക് കൊടുത്തോളുക. ഒന്നും നോക്കണ്ട, നമ്മള് ന്യൂസ് ചാനലിലേക്ക് നമ്മൾ കൊടുക്കുക. രണ്ടാമത് നമ്മൾ SP ഓഫീസിലേക്ക് ചെല്ലുക. പിന്നെ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതാണ് അനുഭവമെങ്കിൽ ഇനി എങ്ങനെ എന്തിനു പരാതി കൊടുക്കാൻ? എന്ത് വിശ്വാസം? ഇവിടെയുള്ള പട്ടീനോടും പൂച്ചനോടും പറയുന്ന പോലെ അവിടെ പോയി പറഞ്ഞിട്ട് വന്നു. ഇവിടുത്തെ പട്ടീനെ പൂച്ചനെ പറഞ്ഞാൽ പിന്നെ അവർ പിന്നെയും കേൾക്കും. അത് തന്നെ, ഇത് അതുപോലും ഇല്ല. ക്ഷമിച്ചേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ഗായ്സ്, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ 2 ആഴ്ച ആവാനേ, എന്നിട്ടാണ് പോലീസുകാരടക്കം ഈ കേസിനെതിരെ അവര് അത് നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പം എന്താ പറയാ, പോലീസുകാരടക്കം അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങളുടെ ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതായിരുന്നു ഗൈസേ. മാളവിക എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് ഏതോ ഒരു പെണ്ണ് അയാൾക്ക് വിളിച്ച തെറി, നിന്റെ അമ്മേന്റെ അടുത്തേക്ക് പോയി കാണിക്കുന്നൊക്കെ പറഞ്ഞ് കുറെ തെറികളാണ് അയാൾക്ക് അയച്ചത്. ആ സൗണ്ട് എന്റെയാന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒരു ബന്ധമില്ലാത്ത കാര്യം എന്നിട്ട് അയാൾ പറയാ, ഓ അത് അവരെന്നെ ബ്ലോക്ക് ചെയ്ത് പോയി, അത് കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് അയാൾ പറയുക. ഇയാളെന്നാ പിന്നെ അത് അന്വേഷിച്ചിട്ട് വേണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് പ്രശ്നം ഞങ്ങൾക്ക് നേരെ വന്നാലും അത് ഇയാളായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും അയാളുടെ നേരെ ഇവിടെ ഞങ്ങള് കേസ് ഞങ്ങൾ കൊടുക്കും. ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനുകളുണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഉറപ്പായിട്ട് ഇയാളുടെ പേര് ഞങ്ങൾ കേസ് കൊടുക്കും. അയാൾ ഞങ്ങളോട് വന്നിട്ട് മാപ്പ് പറഞ്ഞു പോലീസുകാർ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എന്നും ഓരോരുത്തരെ വിളിച്ച് ഓരോന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്താ വേറെ പണിയൊന്നുമില്ല, മാപ്പ് കേൾക്കാനിരിക്കലാണോ നമ്മുടെ ജോലി? ആ വോയിസിൽ പറഞ്ഞിട്ട് ഇയാൾക്ക് നമുക്ക് പണിയില്ലാന്നവർക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പണിയുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ട്. അതായത് നമ്മൾ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളെന്തോ പറഞ്ഞ പോലെയാണ് അയാളിരുന്ന് വാദിച്ചിട്ട്. അതുമല്ല, ഇവിടെ വന്നപ്പോ അവന് നാവറങ്ങിപ്പോയി. നല്ല തന്തയ്ക്ക് പിറക്കണം. അതിന്റെ ഇടയ്ക്ക് അവൻ നമ്മുടെ തന്തേന്റെയും തള്ളേന്റെയും DNA ടെസ്റ്റ് എടുക്കാൻ നടക്കുവാണ്. പോലീസുകാരടക്കം അയാളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന രീതിയിലാണല്ലോ. പിന്നെ അവര് എന്താ പറയാ, കോംപ്രമൈസ് ചെയ്തു. ഇനി ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അയാളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോ വായില്ല പോലീസുകാർക്ക് പറഞ്ഞു കഴിയുമ്പോ പിന്നെ അവരുടെ വായിൽ നാവില്ല. ആർക്കും ഇല്ല വായ ആർക്കും ഇല്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് എന്നൊന്ന് ചാടി വന്നാൽ നമുക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെയുള്ളത് തീർക്കാൻ നടക്കല. നമുക്കെന്താ ഓരോരുത്തരെ ഞാനൊന്നും പറയുന്നില്ല, ചെറ്റ സംശയം തീർക്കാൻ വേണ്ടി നടക്കുന്നു നമ്മള്. അയാള് കരയേണ്ടത്. എന്തായാലും അയാള് എന്താ പറയാ, നമ്മൾ ഈ വോയിസ് അവിടെ വെച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഒറ്റ പ്രാവശ്യമല്ലേ വിളിച്ചുള്ളൂ എന്ന്.
ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം ഇയാൾക്ക് കാര്യം അന്വേഷിക്കാതെ നമ്മളോട് കിടന്ന് ചാടേണ്ട കാര്യം അതോ ഒരു വർഷം വിളിച്ച പോലത്തെ വർത്താനാണ് അയാൾ നമ്മളോട് വോയിസ് റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംസാരിച്ചത് സത്യമുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അയാൾ അന്വേഷിച്ചോ അതിനെ പറ്റി? എന്നിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കുക, അതിനുശേഷം ഞങ്ങളോട് സംസാരിക്കും നിൽക്ക്. എന്നിട്ട് ഞങ്ങളോട് വർത്താനിക്കാൻ വേണ്ടിട്ട് വാ. ഇത് എവിടുന്ന് എന്തോ കേട്ടു ചാടിക്കേറി നമ്മളെ വിളിച്ച് നമ്മളോട് വേണ്ട അതിനാ നമ്മൾ അറിയുന്നുണ്ടോ എന്തോ, നമുക്കിതൊന്നും അറിയില്ല. എന്നിട്ട് എന്റെ ശബ്ദം പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിപ്പോ ഈ കേസ് എടുക്കുന്നതിന് ഇപ്പൊ ആഴ്ച 2 ആവാനായി. അത് നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാർ തന്നെ അറിയുന്നത് ഓ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇവരടക്കം നമ്മുടെ നേരെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എന്നിട്ട് പിന്നെ സോറി പറഞ്ഞാൽ എല്ലാം തീരുമല്ലോ, പറഞ്ഞ എല്ലാ കാര്യങ്ങളും സോറി പറഞ്ഞാൽ തീരും. നമുക്ക് ഓരോന്ന് സോറി പറയാം. ഇനി നമുക്ക് സോറി പറയാം. ഇങ്ങനെയുള്ളവനെയൊക്കെ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടെന്നറിയോ? അവൻ്റെയൊക്കെ നാവ് പിഴുത് അഴിയോ വേണ്ടത്. പിന്നെ പറയാൻ നാക്കുണ്ടാവരുത്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി തെളിവ് ഇത് ഉണ്ടെങ്കിലാണ് പറയാൻ പാടുള്ളൂ. അടിച്ചേൽപ്പിക്കുന്നത് ഇത് അടിച്ചേൽപ്പിക്കലാണ്. നമ്മൾ അറിയാത്ത കാര്യമാണ്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് കൃത്യമായി അന്വേഷിച്ച ശേഷം വേണം അത് എന്താ ആരാണ് നമ്മൾ ബാധിക്കാൻ വേണ്ടി. അല്ലാതെ എവിടുന്ന് എന്തോ കേട്ടിട്ട് പിന്നെ അതിന് എതിരെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വരാറുണ്ട് ഫേക്ക് റിക്വസ്റ്റുകളും ഒക്കെ, ഫേക്ക് മെസ്സേജസും വരാറുണ്ട്. നമ്മളിപ്പോ തന്നെ ഇൻസ്റ്റഗ്രാമിന് റിപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് സംശയം വെച്ച് പെരുമാറുവാണെങ്കിൽ നമുക്കും ഉണ്ട് ഒരുപാടെണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നതൊക്കെ ഇയാൾ അയച്ചതായിക്കൂടാ. സത്യമായിട്ടും അതൊരു സംശയം തന്നെയാ. അപ്പം ഇയാൾക്ക് സമയം ഉണ്ടായിട്ടല്ല ഇയാൾ നമ്മളെ വിളിച്ച് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇയാളെന്നാ എന്തുകൊണ്ട് സൈബർ സെല്ലിൽ പോയി അന്വേഷിച്ച് അവരോടൊന്നും കൊണ്ട് ചൂടാവുന്നില്ല? ഇതൊന്നും ചെയ്യാത്ത നമ്മളോടാണോ ചൂടാവുന്നത്? നിന്റെ ഒച്ച ആടി എന്നായിരുന്നു ആ കാലം പറഞ്ഞത്. ആയിഷ ഇയാൾക്ക് വന്ന മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണ് ഇയാളെ നല്ലോണം പ്രാകുന്നുണ്ട്. അവന്റെ തള്ളേനെ വരെ വിളിച്ചിട്ടുണ്ട്. സൂക്കേട് തള്ളേനോട് തീർക്കുന്നവരെ പറഞ്ഞേക്കുന്നത്. അതെന്തേലും ആവട്ടെ, പറയാൻ കൊള്ളില്ലാത്ത ഒത്തിരി വേർഡ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ് പറയുന്നത്. നമ്മളെ വീട്ടിൽ ഇതല്ല പഠിപ്പിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും വിളിക്കാനും വേണ്ടതിന് ഒരു കാര്യം അന്വേഷിക്കാതെ ഓരോരുത്തരോട് കിടന്ന് പറയാനും അല്ല ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യം എനിക്ക് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഒന്നല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വഴി ഞാൻ മെസ്സേജ് അയക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇതിപ്പോ ഇയാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേക്കടി എടുത്ത് എന്തിനാണ് നീ വർത്താനം പറഞ്ഞ് നീ നേരം വന്നിട്ട് നേരിട്ട് നിനക്ക് ധൈര്യം ചോദിച്ചത് കണ്ടില്ലേ? ഇപ്പൊ ധൈര്യം ആർക്കാ ഉണ്ടായത് നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരുടെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പം ഇത് ഇയാളുടെ കയ്യിരിപ്പ് പറഞ്ഞ് വരുത്തി വെച്ച പ്രശ്നമാണ് അയാള്. നമ്മുടെ തലയിൽ കിട്ടുന്നത് അവനെ പ്രാഗി പ്രാഗിട്ടുണ്ട് ആ മുദ്രകാലനെ. അതിനുള്ള അവൻ എന്തായാലും കഴിച്ച് അനുഭവിച്ചിരിക്കും. കാരണം ഇവന് അത്രയ്ക്ക് വിഷമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ സുപ്രഭാതത്തിൽ വിളിച്ച് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചിട്ടാണ് അയാൾ വേദാധീനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊരു കാര്യം നടക്കുകയാണെങ്കിലും അതിനെതിരെ അന്വേഷിക്കാതെ ഒരിക്കലും പ്രവർത്തിക്കരുത്. അതുപോലെ വ്യക്തമായിട്ടുള്ള നിയമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെ നിയമം ഉള്ളത്? നമ്മൾ അത്രയും കൃത്യമായിട്ട് സൈബർ സെല്ലിൽ പോയിട്ട് എന്തുകൊണ്ട് ഇവരത് തെളിയിച്ചില്ല? ആരാ പറഞ്ഞത്? എന്തുകൊണ്ട് അവർ തെളിയിച്ചില്ല? ഇവിടെ വന്നിട്ട് അയ്യോ സോറി തെറ്റ് പറ്റിയതാ എല്ലാം പറഞ്ഞിട്ട് തെറ്റ് പറ്റുക പറഞ്ഞാൽ എല്ലാം തീരുവോ? പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഓരോരുത്തർക്ക് അങ്ങോട്ട് ഇരുന്ന് മെസ്സേജ് അയക്കാൻ വേണ്ട. അതിനെ മുഴുവനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കുറ്റായിരിക്കും. വീട്ടില് വരും നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അന്ന് തന്നെ നമ്മളെ പിടിച്ചോണ്ട് പോകും, ജയിലിൽ വിടും വേണേ കൊണ്ടുപോയിട്ട്. നിങ്ങൾ തന്നെ പറയേ, സത്യം തെളിഞ്ഞു. എന്തായാലും ഇപ്പൊ മനസ്സിലായി സത്യം തെളിഞ്ഞു. നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഭാഗത്താണ് ന്യായം. നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഫേക്ക് മെസ്സേജസ് അയക്കലല്ല നമ്മുടെ ജോലി. അത് തന്നെ, നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനല്ലേ പറഞ്ഞേ, നമ്മൾ വെറുതെ ഇരിക്കുവാണല്ലോ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അവിടെ നമുക്ക് സംസാരിക്കാനുള്ള വോയിസ് പോലും പോലീസുകാർ നമുക്ക് തന്നിട്ടില്ല. എനിക്ക് അതോർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം എൻ്റെ കാലിൽ നിന്നാണ് എനിക്ക് ഇരച്ചു പറഞ്ഞ ആ കാലം മടഞ്ഞോട്. എന്നിട്ടും തീരുന്നില്ല ദേഷ്യം. കലിപ്പ് തീരണില്ലല്ലോ. ആ ഡയലോഗാണ് കൈസ് വരുന്നത്. നാടി ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി ഞങ്ങളുടെ പേശികളും ഇല്ലാതെയായി. അത്രയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാ അറിയും ഞങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത്? വേറെ വല്ല പോലീസ് സ്റ്റേഷൻ അല്ലാതെ അവനിപ്പോൾ കൊന്നിട്ട് ഞങ്ങൾ ജയിലിൽ കിടന്നേനെ. അത് ഉറപ്പാ. അവനിട്ട് കൊട്ടിക്കളൻ തന്നെ ഞാൻ ഓർത്തത്. പക്ഷേ സംയമനം ബാധിച്ചു, ക്ഷമ അധികമായിപ്പോയി. പക്ഷേ അത് അവന് വേറെ വഴിക്ക് കിട്ടിക്കോളൂ. അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ പെണ്ണുങ്ങളുടെ ബ്രാക്കുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അപ്പൊ ഏതോ ആരോ പറഞ്ഞത് നമ്മളാന്നും പറഞ്ഞാണ് നമ്മുടെ തലയിൽ കയറാൻ വേണ്ടി വന്നത്. കേറിയില്ലേ? ശരിക്കും കേറി. ഇനി ആരുടെ തല ഇങ്ങനെ കയറരുതെന്നേ. നമ്മളോട് കയറിയത് കയറി. അവൻ ഈ പരിപാടി ചെയ്യരുത്.
വേറെ ആരുടെ വ്യക്തമായി അറിഞ്ഞിട്ട് വേണം ചെല്ലാൻ. നമ്മൾ എന്ത് കാര്യം അന്വേഷിക്കാതെ വ്യക്തമായി അന്വേഷിക്കാതെ നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. ഇതെല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ. ഇനി നമ്മുടെ നേരെ വരുന്നതാണെങ്കിൽ ഇതിലും മൂർച്ചയേറിയ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി ചെല്ലാൻ വേണ്ടി പോകുന്നത്. അവന് തക്കതായ ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് തന്നെ. ശരിക്കും പോലീസുകാർ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് അവിടെ വോയിസ് ഉണ്ടായിരുന്നില്ല. അയാൾ ക്ഷമ പറയും, നിങ്ങളത് ക്ഷമിച്ചേക്ക്. എന്താ വിട്ടേക്കുന്നത്? മാനസികമായിട്ട് ഒരാളെ തളർത്തിയിട്ട് അത് വിട്ടേക്കെന്ന് ഓരോരുത്തരുടെ നേരെ വരണം. എന്നാലാണ് അവർക്ക് ആ പ്രശ്നത്തിന്റെ മൂർച്ച എന്താന്ന് മനസ്സിലാവുള്ളൂ. സത്യമായിട്ടും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ആണോ അത് വിട്, അതൊരു മെസ്സേജ് പറയാം. പക്ഷേ എല്ലാവരും ഒരു കാര്യം ഓർത്തോ, ഞങ്ങൾ സത്യം പറഞ്ഞ ഫസ്റ്റ് ചിന്തിച്ചത് ഇത് 24-ന് അല്ല റിപ്പോർട്ടറിന് വാർത്തയിലേക്ക് കൊടുത്താലോ എന്ന് ആലോചിച്ചു. പിന്നെ ഓർത്തു വേണ്ട, എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ വൈറലാക്കിയേക്കാം, അങ്ങനെ അവൻ വൈറലാവട്ടെ എന്ന് ഞാൻ ഓർത്തു. അയാളുടെ വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ചാനലിലിടും, എല്ലായിടത്തോട്ട് ഞാൻ പബ്ലിക്കാക്കും. രണ്ടാമത്തെ കാര്യം, അതിനെതിരെ തക്കതായ ആക്ഷൻ ഞാൻ പോയെടുക്കും. അത് ഉന്നത നിലയിലുള്ള ശിക്ഷ തന്നെ അയാൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ അടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിനോടും പറയും. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതാ നമ്മൾ ചാനലിൽ റിപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഇവിടുന്ന് നമുക്ക് നീതി കിട്ടിയില്ല അത് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ പോകുന്നത് തന്നെയാണ് ആലോചിച്ചത്. കാരണം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, ചെറിയ പ്രശ്നങ്ങളാണ് വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത്. അതും കേൾക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സില്ലിയായി തോന്നിയേക്കാം, പക്ഷെ എനിക്കിത് ഒരിക്കലും സില്ലിയല്ല. ഒന്നും അറിയാതെ വീട്ടിലിരുന്ന് പെട്ടെന്ന് ഒരു കോള് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കുതിര കയറാൻ കൊടുക്കുമല്ല നമ്മളിവിടെ. അങ്ങനെയോട്ട് ആരും ഓർക്കോ വേണ്ട. അങ്ങനെ ആരെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ തന്തയ്ക്ക് വിളി വരെ ഞങ്ങൾ കേട്ടത് ഒന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ ഇരിക്കുന്ന ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മേനെയും ഒക്കെ പറഞ്ഞു. ഇയാളുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞു ഇല്ലല്ലോ. അയാളോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ ഞങ്ങൾ സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഇറങ്ങിപ്പോയി അയാളുടെ ഡാഷിലേക്ക് തന്നെ പറ. അയാളുടെ ഡാഷിലേക്ക് ഇറങ്ങിപ്പോയി ഞങ്ങളോട് പറയാൻ പൊങ്ങി വരുകയും ചെയ്തു. അതെ. അയ്യോ, അവനവിടെ നാക്കില്ല അല്ലേ? അയ്യോ, മുഖത്ത് നോക്കുന്നവരില്ല. എന്തായിരുന്നു അവന്റെ അഭ്യാസം? നാക്ക് നീണ്ട് നീരാളിന്റെ പോലെ നീണ്ടു വരുവായിരുന്നു. കഴുത്തിന് ചുറ്റുമായിരുന്നു നാവ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവന്റെ നാവ് അവന്റെ ഡാഷിലേക്ക് പോയി ചുരുണ്ടി. പിന്നെ അവിടെ നിന്ന സമയത്ത് നമ്മള് പ്രതിയും അയാള് വാദിയും പോലെ. പോലീസുകാരടക്കം അങ്ങനെയാ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കല്. ഇനി എങ്ങനെ നന്നാവാനാ ഇതൊക്കെ? സത്യമായിട്ടും ഇനി എങ്ങനെ നന്നാവാനാ? ഇതിലും വലിയ പ്രശ്നം വരുന്നവര് വെറുതെ അല്ല പറയുന്നത് ഓരോന്ന്. ഗായ്സ്, അപ്പൊ സത്യം പറഞ്ഞാല് ഈ പ്രതിക്കെതിരെ നമ്മുടെ പോലീസുകാരടക്കം എന്താ പറയാ, നമ്മളങ്ങോട്ട് അയാളെ പോലും നമ്മളോട് പറയാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. നമുക്ക് അയാളോട് വർത്താനം പറയാൻ വേണ്ടി നമ്മളോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. നമ്മളാണ് വിളിച്ച കാലനോട് വേണ്ടാതിനം പറഞ്ഞത്, അയാളോട് വിളിച്ചിട്ട് വേണ്ടാതിനം പറഞ്ഞത്. നമ്മുടെ വായ അടപ്പിക്കാൻ വേണ്ടി ഒരു വിധത്തില് കോംപ്രമൈസ് ആക്കി നമ്മളത് ഒഴിവാക്കി വിട്ടതുകൊണ്ട് അതന്നെ വേറൊരു പ്രശ്നത്തിന് ഞങ്ങൾ നിന്നിട്ടില്ല. അവനെ ജയിലിൽ കിടത്താം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇനി ഞങ്ങൾക്ക് ഇതിലും വലിയ സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് കേസ് കൊടുക്കാം. അത് വേണേ നമ്മൾ ചെയ്യും. ഞങ്ങൾ ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്യില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, ചെയ്യും. അതൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇങ്ങനത്തെ എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ എന്തായാലും അതിനെതിരെ തക്കതായ ആദ്യം തന്നെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്, നമ്മൾ SP ഓഫീസിലേക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല പോവാം. എസ്പെഷ്യലി ഇത് സൈബർ കുറ്റാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പോലീസ് സ്റ്റേഷനിലേക്കല്ല ഡയറക്റ്റ് സൈബർ ബുള്ളിങ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല നമ്മൾ നേരെ ചെല്ലാൻ പോകുന്നത്. നമ്മളിനി SP ഓഫീസിലേക്കാണ് നമ്മൾ ചെയ്യുക. അത് പറഞ്ഞ ആൾക്കെതിരെ തക്കതായ ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഇത് നമുക്ക് പറയാനൊരു ഗ്യാപ്പ് പോലീസുകാരെങ്കിലും തരണ്ടേ? നമ്മളെ വായ അടച്ചു വെക്കാൻ വേണ്ടി വരിക. അയാളുടെ വായി ഞങ്ങളുടെ വായു അടപ്പിക്കുക. എന്നിട്ട് അവരിരുന്ന് കുറെ ചിലക്കുന്നു. മതി എന്ത് മതിന്ന് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നിൽക്കുമായിരുന്നു. ഇങ്ങനെയാണോ ഒരാളോട് വർത്തമാനം പറയേണ്ടത്? പ്രതിനെ തലോടിക്കൊണ്ടിരിക്കുക. അവന്റെ മോന്തൊക്കെ ഓർമ്മ എനിക്ക് കോട്ടിക്കാരാ തോന്നിയത്. പക്ഷെ ഞാൻ ചെയ്തില്ല. പിന്നെ അത് എന്താ എന്തോ ഒരു അവകാശത്തിന് മനുഷ്യാവകാശം അങ്ങനെ എന്തൊക്കെയോ ഉന്ത്രാണ്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു അവകാശമില്ല. നമ്മുടെ നേരെ എന്തിനും വരാം. പറഞ്ഞു പോകുന്നവർക്ക് ഒന്നുമില്ല. അത് ചെയ്യുന്ന പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഒരു വിധത്തില് അവർ ആ പ്രശ്നം ഞങ്ങളോട് വായടക്കാൻ പറഞ്ഞോണ്ടിരിക്കുക. അതെ, ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു. പിന്നെ വായി വരുന്ന കാര്യം പറയണ്ട, അയാൾ കേൾക്കണ്ട നമ്മൾ എന്താ പറയണ്ടേന്ന്. നമുക്കെന്താ വേറെ പണിയൊന്നുമില്ലേ ഗായ്സ്? അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു ആഘാതം, മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആ ഒരു വീക്ക് തന്നെയായിരുന്നു പോയത്. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്.
അപ്പൊ പോലീസുകാരടക്കം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തള്ളുവാണെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പിന്നെ നീതി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? നമ്മളെ എന്താ പറയാ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പോലീസുകാരാണുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് വരുമ്പോ അവരും കൂടി ഇവരുടെ രീതിയിൽ ഇവരുടെ അടുത്തേക്ക് തിരിയുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അതുപോലെ തന്നെ 10-12 ദിവസം കഴിഞ്ഞു ഇപ്പം നമ്മളെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കേസുള്ള കാര്യം തന്നെ പറയുന്നത്. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോർത്ത് ഇനി ചിലപ്പോ ഒരാഴ്ച എടുക്കുമായിരിക്കും ഓർത്തിട്ടാണ് പിറ്റേ ദിവസം നമ്മളെ വിളിക്കാന്നാണ് പറഞ്ഞത്. കേസ് എൻക്വയറി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇനി ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാല് കളി മാറും. അത് മാറ്റും, അവനെ നമ്മൾ ജയിലിലും കിടത്തും. കാരണം നമുക്ക് വയ്യ ഇങ്ങനെ ഓരോരുത്തർ എന്നും വിളിച്ച് ഓരോന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ നടക്കാൻ നമുക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കാൻ നിൽക്കുക. വ്യക്തമായ തെളിവ് ഉണ്ടെങ്കിൽ മാത്രം. വ്യക്തമായ തെളിവില്ലാതെ വെറുതെ വായിട്ട് അലക്കാൻ വേണ്ടി എഴുന്നള്ളരുത് ആരോടാണെങ്കിലും. അത് ഇപ്പൊ അയാള് ചെയ്തു, അയാൾക്ക് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. നമ്മുടെ വായിന്ന് കുറെ കേട്ടു, പോലീസുകാരുടെ അടുത്ത് നിന്ന് അയാൾക്ക് നല്ലതൊന്നും അയക്ക് കേട്ടിട്ടില്ല. നമ്മുടെ വായിന്ന് അയാൾ നേരിട്ട് നല്ലത് കേട്ടു. നേരെ വാടി, നേരിട്ട് സംസാരിക്കാടി, നീ വാടി, ഞങ്ങള് വെല്ലുവിളിക്കുമായിരുന്നു ചെയ്തത്. നേരിട്ട് കണ്ടപ്പോ അവന് മുഖത്ത് നോക്കാൻ പോലും കണ്ണ് താഴേക്ക് കുഴിഞ്ഞു പോയി. എന്നിട്ടും പോലീസ് എന്റെ കൂടെയാന്നുള്ള ഒരു ധൈര്യം പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറയാൻ വേണ്ടി വരുവാണ്. ഒരു പ്രാവശ്യം നിന്റെ തന്തയ്ക്ക് വിളിച്ചുള്ളൂ, പറയുവാണ് ഞങ്ങളോട്. എന്നെ ഇവനാരാ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാൻ? കൊല്ലാനാണ് തോന്നിയത്. നിയമമൊക്കെ ഉണ്ടോന്ന് തോന്നിപ്പോയി. വൈരാഗ്യോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ലാതിരുന്ന ഒരാളാണ്, ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരാളാണ്. ഇങ്ങനെ നമ്മളോട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പ്രഭാതത്തില് ഓരോ വേണ്ട ഉണ്ടാക്കുന്നേന്നല്ലേ നമ്മളോട് ചോദിച്ചേ? നീ എന്നാടി ഫേക്ക് മെസ്സേജ് കൂടെ ഉണ്ടാക്കുന്നേന്ന്? അതിന് നീ നല്ല തന്തയ്ക്ക് ജനിക്കണം. നമ്മള് പറഞ്ഞു ഇവനോട് നമ്മുടെ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ DNA ടെസ്റ്റ് എടുത്ത് തരാം, നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ. അവൻ അത് അന്വേഷിക്കേണ്ടവരുണ്ടോ? നല്ലതോ ചീത്തയാകും. അതെ, എന്നാ പറയുന്ന കാര്യം വ്യക്തമായിട്ടുള്ള അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയെങ്കിലും പറഞ്ഞില്ലുണ്ടല്ലോ, സമാധാനം കിട്ടില്ല, ഇന്ന് ഉറങ്ങാൻ പറ്റില്ല. അന്ന് മുതൽ ഞങ്ങൾക്ക് ഓർക്കില്ലാത്തയാ ഇതെന്താ ഏതാന്ന് അറിയാനുള്ള ഇതുകൊണ്ട്. അതാ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വോയിസ് കേട്ടില്ലേ? എനിക്കിത് അറിയണം, എനിക്കിത് തെളിയിക്കണം, എനിക്ക് അറിയണം ഇത് ആരയച്ചെന്ന്. കാരണം എന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ബാധിക്കലായിരുന്നു. അത് തന്നെ. എന്നിട്ട് അതോട്ട് തെളിയിക്കാതെ ഇറങ്ങി ഓടുകയും ചെയ്തു. ഞങ്ങൾ ചോദിക്കുമ്പോ വായില്ല, ഇത് ആരാ പറഞ്ഞെന്ന് കഴിയുമ്പോ പോലീസുകാർക്കും വായില്ല, അയാൾക്കും വായില്ല. അയ്യോ എനിക്ക് അറിയാതെ പറ്റി, അത് വേറെ ആരോ അയച്ചത്, ആ യൂസർ പോലും ഇപ്പൊ ബ്ലോക്ക് ആക്കി പോയിന്ന്. നമുക്ക് പറയാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയാണോ? അല്ല അല്ലേ? നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ വേണേ അതിനെ പിടിച്ച് ജയിലിടുവായിരിക്കും. പിന്നെ അവർ ചെയ്ത കാര്യങ്ങൾ പിന്നെ പറയണ്ടേ? എല്ലാം കേട്ടോണ്ട് കണ്ടോണ്ട് നമ്മൾ സഹിച്ചാൽ മതി. പെണ്ണുങ്ങളായതുകൊണ്ട് ഇതെല്ലാം സഹിച്ചോണെന്നാണ്, പ്രതികരിക്കരുത്. ആണുങ്ങൾക്ക് പിന്നെ കൊമ്പുണ്ട് തലയിലും വാലിലും ഒക്കെ, അതുകൊണ്ട് അവർക്ക് നേരെയാണ് എല്ലാരും. പെണ്ണുങ്ങളായതുകൊണ്ട് മിണ്ടാതൊരു മൂലക്കിതാ ഇങ്ങനെ ഇരുന്നോണം. അതൊക്കെ പണ്ട് അങ്ങ് മിണ്ടാതിരിക്കാൻ പറ അവരോട്. അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇത് കാലം വേറെയാ, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ശബ്ദം ഉയർത്താം, എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ കാഴ്ച ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പൊ ഇയാൾക്ക് പകരം ഞാനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇയാൾക്ക് അയക്കുന്നത്, ഇയാൾ എന്ത് ചെയ്തേനെ? ഞങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കില്ലായിരുന്നു. പോലീസുകാർ എന്ത് ചെയ്തേനെ? എനിക്ക് വേണം എന്റെ മോന്തക്കൊട്ട് ഒരു അടി തരും അവര്. അത് തന്നെ, എന്നെ ഓർത്തോണ്ട് ആടി ഇയാൾക്ക് ഇത് അയച്ചു ഒറ്റ ചവിട്ടും തരും നമ്മുടെ അടി വയറ്റിട്ട് നോക്കിയിട്ട്. വണ്ടി വന്നു, ഞങ്ങൾ പോവാണ്. വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബാക്കി നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. അങ്ങനെ ഒരു തൊല്ല ഒഴിഞ്ഞു. നമ്മൾ ആ ചേട്ടന് കൊടുക്കാനുള്ള പൈസ പോലും എടുത്തില്ല ഗൈസേ. ആ ഓട്ടത്തിന്റെ പൈസ പോലും നമ്മൾ എടുത്തില്ല. അങ്ങനെയാണ് തലക്ക് തീ പിടിച്ച് ഇവിടുന്ന് ഓടിയത്. ഓരോരുത്തന്മാർ ഓരോ വള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നും പറഞ്ഞാ പോരാ, ഇതിലപ്പുറം ഉള്ളത് വേണം ഇവനെയൊക്കെ പറയാൻ. ഇതൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആ ലെവലിലൊന്നും അറിയില്ലാന്നൊന്നും ആരും ഓർക്കണ്ട. നമ്മൾ ഇതുവരെ ആരും നമ്മുടെ വായിന്ന് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട പരിപാടി ചെയ്തിട്ടുള്ളവർ നമ്മുടെ വായിന്ന് കേട്ടിട്ടുള്ളൂ. നമുക്ക് അറിയില്ലാന്ന് ഓർത്തിട്ടൊന്നും ആരും കളിക്കാനോട്ട് നിൽക്കോ വേണ്ട, പറയാനും കൊടുക്കാനും നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അത് ആരും എടുപ്പിക്കാതിരിക്കുന്ന അവർക്ക് നല്ലത്. മാക്സിമം ഒരു പ്രശ്നത്തിന് നമ്മൾ നിൽക്കാത്തതാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
എല്ലാം കേട്ടോണ്ടിരിക്കണോ? അത് അത് ചെയ്യാത്ത കാര്യം. കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെയ്തിട്ടാണ് കാര്യമില്ലാത്ത നമ്മൾ കാര്യത്തിന്. ധൈര്യത്തോടെ പോകും. ഇപ്പൊ ഞാൻ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ പറയും ശരിയാ ഞാൻ ചെയ്തു. നിന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നെ ആടാന്ന് പറയും. ഇതിപ്പോ ഒളിച്ചും പാത്തും പതുങ്ങി ഇവൻ ചെയ്ത പോലെ നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒറിജിനൽ അക്കൗണ്ട് കയ്യിലുണ്ടല്ലോ, അങ്ങ് പറഞ്ഞാൽ അതന്നെ. പിന്നെ ഫേക്ക് കോണ്ടാക്ട് എനിക്ക് പറയണോ? അതിന് എന്തിനു വേണ്ടിട്ട് പറയുന്നത്? എന്തിനു വേണ്ടിട്ട്? ഒരു പ്രശ്നങ്ങളും പോയിട്ട് വെറുതെ വേണ്ടാത്ത പറയേണ്ട കാര്യം അയാൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്റെ ദൈവമേ, മനുഷ്യന്റെ ഒക്കെ തലയ്ക്ക് ഓളന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ മനസ്സിലായി മുഴുവട്ടാന്ന്. അതെ, അയാളുടെ കൂടെ നിൽക്കാൻ കുറെ പോലീസുകാരും. അത് തന്നെ. ഇയാൾക്ക് പകരം അയാളാണ് പറയുന്നത്. ഇയാൾക്കെതിരെ ഒരു പ്രശ്നം വരില്ല, നിങ്ങളുടെ നേരെ ഒരു പ്രശ്നം വരില്ല. എന്ന് വെച്ചാൽ ഇയാൾ ഇത് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അല്ല എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പ്രശ്നം വരാതിരിക്കാൻ എന്തുറപ്പാ നമ്മളെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല. എന്തുറപ്പാ ഉള്ളത്? അത് ഇയാളല്ല പറയുന്നത്, പോലീസ് ഓഫീസറാണ് പറയുന്നത്. ഓഫീസറാണ് നമ്മൾക്ക് ഇതായിട്ട് പറയുന്നത്. എന്ത് ഇയാള് ഇനി ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ? ചെയ്യില്ലാന്ന് ഇനി ഇങ്ങനെ നമ്മളോർക്ക് ഇനി ഇതാ ഈ പോലീസ് ഓഫീസറാണ് നമുക്ക് അയച്ചെന്നുള്ളത്. അത് തന്നെ. അതുപോലെ ഇനി എന്താ ഇങ്ങനെയൊന്നും വിളിച്ച് സംസാരിക്കരുതെന്ന്. നമ്മളാണോ വിളിച്ച് സംസാരിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് വിളിച്ച് സംസാരിക്കരുതെന്ന്? നമ്മളാണോ ഇയാളോട് വിളിച്ച് നമ്മളോട് സംസാരിച്ചത്? തെറ്റെന്തറിയോ? അവന് 2 തെറി ഒരെണ്ണം കൊടുത്തിട്ട് വന്നില്ല, അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇവനോട്ട് ഒരു അടി കൊടുക്കാതെ വന്നാണ് ഗായ്സ് ഇപ്പൊ പറ്റിയത്. അങ്ങനെ തല്ലാനോട്ട് സമ്മതിക്കൂല്ലല്ലോ. മനുഷ്യാവകാശം ഉണ്ട്. നമുക്ക് മാത്രം അവകാശമില്ല, ഒന്നുമില്ല. എന്ത് വേണം പറയുന്നതും ചെയ്യാം. അയ്യോ മാറിയിരുന്നോളാം. അതെ, ആണുങ്ങൾ പറഞ്ഞു അയ്യോ പേടിച്ച് മൂലയ്ക്ക് ചുരുണ്ട് കുടിക്കണം, കേട്ടോളണം. എല്ലാം നമ്മൾ വേദവാക്യം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ നമ്മൾ കേട്ടോണേ. എന്താ തൂങ്ങി ആടുന്നത് കൊണ്ടോ ഇത് കേട്ടോണ്ടിരിക്കേണ്ടത്? അതന്നെ, ഇങ്ങനെ മണി താട്ടുന്നോണ്ടാന്ന് തോന്നുന്നു. എന്താ അവനൊക്കെ പറയുന്നില്ല. നമുക്ക് നാളെ മുതൽ ഫിറ്റ് ചെയ്ത് നടക്കാൻ മണി. അതന്നെ, അത്രയ്ക്ക് നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ എല്ലാരെയാ പറയുന്നതെന്ന്. നിങ്ങൾ ദേഷ്യത്തെ അങ്ങനെ വിചാരിക്കരുത്. ഒരു പെണ്ണാണെങ്കിലും ഒരു ആണാണെങ്കിലും അവർക്കെതിരെ വന്ന പ്രശ്നത്തിന് തക്കതായ നീതി കിട്ടണം. നീതി വേണല്ലോ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതെ, അവർക്ക് നീതി കിട്ടണം. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം, തെറ്റ് ചെയ്യാത്തവർക്ക് നീതിയും കിട്ടണം. ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ വേണം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടല്ലേ. എത്ര കുറ്റവാളികളും ശിക്ഷിക്കപ്പെട്ടാലും ഇതിപ്പോ നമ്മൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന പോലെയായിരുന്നു. പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഉറപ്പെന്താ? പ്രശ്നം ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ്? ഇപ്പൊ ഇത് വേറെ വല്ലവരുടെ അടുത്തുനിന്നായിരുന്നെങ്കിൽ അയാളെ പഞ്ഞിക്കിട്ടേനെ, 2-3 ഇടിയും കൊടുത്ത് എഴുന്നേക്കില്ല. പിന്നെ അയാള് പിന്നെ എഴുന്നേക്കൂല. കാരണം ആയതുകൊണ്ട് പിന്നെ അത് നിയമത്തിന്റെ വഴി നമ്മൾ വിട്ടു. അത് പിന്നെ ലാസ്റ്റ് വന്ന് ക്ഷമ പറഞ്ഞ എല്ലാം തീരൂലോ അല്ലേ? ഒരു പാത്രം എടുത്ത് പൊട്ടിച്ചിട്ടിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞാൽ പാത്രം തിരിച്ചൊട്ടുവോ? ഇല്ല. സോറി പറഞ്ഞപ്പോ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാ നാളെ നമുക്ക് ഉറങ്ങാം ഓരോ പ്രശ്നം ഉണ്ടാക്കി സോറി പറയാൻ. സോറി പറഞ്ഞാലൊന്നും ഒരിക്കലും ഒരു പ്രശ്നം എവിടെ തീരുന്നില്ല. അതെന്താന്നറിയോ? അത് വാവിട്ട വാക്കും കൈയിട്ട പ്രവൃത്തി ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് തിരിച്ച് എടുക്കാൻ നമുക്ക് പറ്റില്ല. അത് തന്നെ. എന്തായാലും ഈ കണക്കിനായ സ്ഥിതിക്ക് ഇനിയിപ്പോ പ്രശ്നം ഇവിടെ വെച്ച് സോൾവ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വന്നാല് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ നമ്മുടെ പ്രതികരണം. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ക്ഷമിച്ചു വിട്ട പോലെ എനിക്ക് തോന്നുന്നത്. അത് തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു അടി അവനോട്ട് കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും ക്ഷമിച്ചു വിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഗേളിന്റെ വോയിസ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായത് ഒരുപാട് തൊല്ലകൾ ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ? നമുക്കങ്ങനെയല്ല മനസ്സിലായത്. ഒരുപാട് പ്രശ്നങ്ങള് അതെന്തോ ആവട്ടെ, നമുക്ക് എന്ത് പ്രശ്നം ആർക്കറിയാം. കുഴപ്പമില്ല, നമുക്ക് നേരെ വന്നതാണ് നമുക്ക് വലിയ കാര്യം. അതന്നെ. അതോ കറക്റ്റ് അറിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാൻ? അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അയാൾക്ക് സൗമ്യ നമ്മളോട് സംസാരിക്കാറുണ്ടല്ലോ. രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിന്റേതായ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ പറയും, വാ നമുക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം, ഞങ്ങളും വരാം നിങ്ങളുടെ കൂടെ. നമുക്കാണോ നമ്മളാണോ? എന്തൊരു കാര്യം ചെയ്തിട്ടാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്താണ്, എനിക്ക് സമ്മതിക്കാൻ എനിക്ക് ഒരു മടിയില്ല. എന്തിനാ മടിക്കേണ്ട കാര്യം? ഞാൻ ചെയ്തോണ്ടല്ലേ. ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു. അതിപ്പോ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതെ, തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ഫസ്റ്റ് തന്നെ. ചെയ്ത തെറ്റുകൾ നമ്മൾ നമ്മളാണ് ചെയ്തത്. അതല്ല, ശരികൾ ചെയ്തിട്ടുണ്ട്, ശരികളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും. പിന്നെ ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതിന്റെ ഒരു കാര്യമില്ല. പിന്നെ ഗാന്ധിജി എന്തിനാ നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത്? എല്ലാവരും ചെയ്ത തെറ്റ് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഗായ്സ്, ഈ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഓരോന്ന് പറയുന്നവർക്കെതിരെ ഒരു കുറ്റവും ഇല്ല. അല്ലാതെ നമ്മൾ എല്ലാത്തിടത്തും പബ്ലിക്കായി എല്ലാം ചെയ്ത് എല്ലാം എന്താ പറയാ തുറന്ന ബുക്ക് പോലെ നടക്കുന്ന ആൾക്കാർക്കെതിരെയാണ് പ്രശ്നം വരുന്നത്. ഇയാൾ എന്തുകൊണ്ടാ പറഞ്ഞ പെണ്ണിനെതിരെ എന്തുകൊണ്ടാണ് അയാൾ പ്രവർത്തിക്കാത്തത്? ഇനിയാണല്ലോ സൈബർ സെല്ലിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ കണ്ടുപിടിക്കത്തില്ല ആരാ എന്താന്ന്. എന്നിട്ട് അയാള് കണ്ട ആരെയോ പിടിച്ചിട്ട് അതെ സൗണ്ട് സാമ്യം തോന്നി. കട്ടവനെ കിട്ടിയില്ലേ കണ്ടവനെ അത് സത്യമായിട്ടും അങ്ങനെയല്ലാന്ന് എല്ലാവരും ഓർത്താ അവർക്ക് കൊള്ളാം.
പറഞ്ഞു ഇത് നമ്മൾ ക്ഷമിച്ചു. ഇനി നമ്മുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചാനലിലേക്ക് കൊടുക്കും, രണ്ടാമത് എന്റെ ചാനലിൽ ഞാനിടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. നമ്മളൊന്നും ഇപ്പൊ വിചാരിച്ചോണ്ടല്ലോ ഇവൻ ജയിലിന്റെ അകത്താ, പിന്നെ നമുക്ക് എപ്പോഴും ഇതിന്റെ പുറകെ നടക്കാൻ നമുക്ക് പറ്റില്ല എന്നോർത്തിട്ട് എന്ന് വെച്ച് എന്ത് കളിക്കുന്നവരെ സൂക്ഷിച്ചു കളിക്കാൻ വേണ്ടി വരുന്നവര് സൂക്ഷിച്ചു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കളിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട. കാരണം എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇതിന്റെ പുറകെ നമ്മൾ നടന്നിരിക്കും. കാരണം സത്യം നമ്മുടെ ഭാഗത്താണ്. കാരണം നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല. ചെയ്യാത്ത കാര്യം നിലയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനോളം നമ്മൾ അനുഭവിപ്പിക്കും. ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമായിട്ട് നമുക്കില്ലതാനും. അത് തന്നെ ഇതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കട്ടെ. അതിന് നമ്മൾ പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും. കാരണം നമുക്ക് കുറച്ചു നാളായിട്ട് നമ്മുടെ മനസ്സ് മാക്സിമം മാനസികമായി നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്ത കാണാത്തയും കാര്യമാണ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. സംശയമൊന്നും അല്ല പറഞ്ഞത്, നമ്മൾ തന്നെ ആണെന്നാണ് പറഞ്ഞത്. അത്ര ഉറപ്പിച്ചാണ് അയാൾ സംസാരിച്ചത്. അതുകൊണ്ട് എല്ലാരും സൂക്ഷിച്ചാല് അവർക്ക് കൊള്ളാം. അതിപ്പോ ആരാണെങ്കിലും ഉറപ്പാണ് നമ്മൾ പ്രവർത്തിക്കും. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അത് ഓർത്തിട്ട് ആരും ഇനി കളിക്കാൻ വേണ്ടിട്ട് നിൽക്കണ്ട. അതുപോലെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നാലും നിങ്ങളും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക. സത്യമായിട്ടും നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ കണ്ണടക്കരുത്. ഓരോരുത്തരുടെ ലൈഫിൽ അവർക്ക് അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് വേറെയുള്ളവർക്ക് തലയിടേണ്ട കാര്യങ്ങളില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ പണിയില്ല തലയില്ല? അതൊക്കെ ഇയാൾക്ക് അന്വേഷിക്കേണ്ട. അയാൾക്ക് മുഴുവൻ ദിവസവും പണിയാ. നിങ്ങളെ പോലെ വെറുതെ ഇരിക്കലല്ല ജോലി എന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന കാര്യമാണോ അയാൾ അവിടെ ഡിസ്കസ് ചെയ്ത് തന്നിട്ട്? അയാള് ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് അയാൾക്ക് എന്താ? ഞങ്ങൾ ഇരിക്കും, ചിലപ്പോ തലയും കുത്തി വരെ നിൽക്കും. ഇഷ്ടമുള്ള പോലെ നമ്മളിരിക്കും. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ഗാന്ധിജി. സ്വാതന്ത്ര്യം ഉണ്ട്, ഇഷ്ടം പോലെ ഇഷ്ടം ഉള്ളത് ചെയ്യാനും. പക്ഷേ തെറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും ഒരു അധികാരമില്ല. അതുപോലെ അടിച്ചേൽപ്പിക്കാനും തെറ്റ്. നിങ്ങളുടെ നേരെയായാലും ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഗായ്സ് നിങ്ങൾ കണ്ണടക്കരുത്. അതിനെതിരെ നമ്മൾ കാരണം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം ഉള്ളതാണ് പിന്നെ വരാൻ പോകുന്നത്. പ്രശ്നങ്ങൾ മൂർച്ഛിക്കുള്ളൂ. ഇത് നമ്മൾ ക്ഷമിച്ചില്ല, കേട്ട പാടെ തന്നെ നമുക്ക് അറിയണം ഇതിന്റെ സത്യാവസ്ഥ. ഒരാഴ്ച 2 ആഴ്ച ആവാനായി. എന്തുകൊണ്ടാ വിളിക്കാത്തത്? ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ എന്നിട്ടും ശരിക്കും പറഞ്ഞാല് വെയിറ്റ് ചെയ്യാതെ കറക്റ്റ് നമ്മൾ പോയി പരാതി കൊടുത്തതിന് പിറ്റേ ദിവസം തന്നെ അവർ ഇയാളെ വിളിപ്പിക്കണം, നമ്മളെ വിളിപ്പിക്കണം. അപ്പൊ അത്രേ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന് അവിടെ തെളിയിച്ചു. അത് തെളിഞ്ഞു. എന്തായാലും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇനി ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലും വലിയ ഉത്തരവാദിത്വം ഉള്ളവരുടെ അടുത്ത് നമ്മളിത് കൊടുക്കും. അവിടെ എങ്ങനെയാണോ എന്താണോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എന്തായാലും സത്യം അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാകും. അത് ശരിയാ. നിങ്ങൾ അറിയണം. അത് തന്നെ അറിയേണ്ടത് അത്യാവശ്യം. നമുക്ക് സംഭവിക്കുന്ന നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയണം. അത് തന്നെ. എന്ത് വിചാരിച്ചാലും നമുക്കതൊരു പ്രശ്നമല്ല. കാരണം സത്യം ഞങ്ങളുടെ ഭാഗത്ത്. അതുകൊണ്ട് എവിടെയും മുഖത്ത് നോക്കി ഞങ്ങൾ സംസാരിക്കും. സത്യം ജയിക്കണം. സത്യം നമ്മളെ ആരുടെ മുഖത്തായാലും നമ്മൾ നോക്കി തല പോയാലും സത്യം മാത്രമേ പറയുള്ളൂ. അതത്രേ ഉള്ളൂ. ഉറപ്പാണത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാല് സമാധാനം ശരിക്കും കിട്ടിയിട്ടില്ല. എങ്കിലും എവിടെയോ ഉച്ചിരി അത്രയൊക്കെ ഒന്ന് പറയാൻ പറ്റിയില്ലോ. കൊടുക്കുന്നതിന് പകരം വാക്കുകളിലൂടെ ഇച്ചിരി പറയാൻ സമ്മതിച്ചു. ആ പോലീസ് ഓഫീസർ നമ്മളെ പറയാൻ സമ്മതിച്ചിട്ടില്ല. അയാളാണ് അതിന് പകരം ഇരുന്നിട്ട്, പ്രതിക്ക് പകരം അയാളാണ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അയാൾ ചെയ്ത പോലെ ഒരുപാട് നിരപരാധികൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് തന്നെ, അത് തെളിവുള്ളത് കൊണ്ട് തന്നെ എന്ത് നമ്മുടെ ഭാഗത്ത് നിൽക്കാതെ അവർക്ക് നിൽക്കലില്ല. അത് തന്നെ. എന്നിട്ടും അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പൊ ഇങ്ങനെ ഓരോ കുറ്റവാളികളെ ഇങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാര് പ്രൊട്ടക്ട് ചെയ്ത് പൈസയും പാർട്ടിയും ഒക്കെ കൊണ്ടും എല്ലാം കൊണ്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴല്ലേ ഓരോ കുറ്റവാളികളും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുവാണെങ്കിൽ ഈ ലോകം നന്നാവുമല്ലേ ഉള്ളൂ. അപ്പൊ ശരിക്കും എന്താണ്, നിയമം ഇല്ല. തെറ്റിനെതിരെ കണ്ണടയ്ക്കുന്നു. എന്ത് തെറ്റ് കണ്ടോ അത് ഇഗ്നോർ ചെയ്ത് വിടും. അതുകൊണ്ട് തന്നെ കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു. ഈ ലോകം നശിക്കുന്നു. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരാളെ കൊന്നാൽ തന്നെ നോ പ്രോബ്ലം. പകരം എക്സാമിന് കോപ്പി അടിച്ചാൽ അത് കുറ്റം. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം. അതെ അതെ അതെ. എന്താ കൊന്നു കളഞ്ഞാൽ നോ പ്രോബ്ലം. എങ്ങനെ വേണം ഇഷ്ടമുള്ള പോലെ കൊല്ലാം, തല്ലാം. ഇപ്പത്തെ തന്നെ നമ്മുടെ നേരെ വന്നത് കണ്ടില്ല. എല്ലാവരുടെയും കണ്ണിൽ ഇത് ചെറിയ പ്രോബ്ലം ആയിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണിൽ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് ഗായ്സ് കൂടുതൽ മൂർച്ചയുള്ളത്. ഇനി ഇങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാനലിലേക്ക് കൊടുക്കും. സൈബർ സെൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് പോകും. അത് ഉറപ്പാണ്. ഇതേപോലെ ക്ഷമിച്ചോണ്ടൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റില്ല. എന്തോ ഭാഗ്യമുണ്ട്. അത് കാരണം ഇതിലും വലുതായി അനുഭവിക്കാൻ കിടക്കുക. അത് ശരിയാണ്. പിന്നെ അതിൽ നിന്നൊക്കെ അയാൾ ഊരി പോവൂലേ. അത് തന്നെ. നമുക്ക് വഴിയെ നമുക്ക് കാണാം.
എവിടെയും പോവില്ല തെറ്റ് ചെയ്തവര്, ശിക്ഷ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ഭൂമിയില് എല്ലാം അനുഭവിച്ചിട്ടാണ് അവർ പോവുള്ളൂ. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കാര്യം നിങ്ങൾ പറയാ. നിങ്ങൾക്കെതിരെ വന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പ്രതികരിക്കുക, കണ്ണടക്കരുത്. പ്രതികരിക്കുന്നവരെ ഒഴിവാക്കുന്നതാണ് നമ്മുടെ സമൂഹം. പക്ഷേ നമുക്ക് നമ്മളാണ് ഉള്ളൂ, നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ നടന്ന ഇഷ്യൂകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് ഞാനൊന്ന് ഓർത്തതാണ്, അന്ന് നടന്നപ്പോൾ തന്നെ അതിൻ്റെ പാർട്ട് 1 ആക്കിയിട്ട് ഞാൻ ഇട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പിന്നെ എന്തോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഒരു വലിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇത് ഇടാനുള്ള കാരണം. ഫസ്റ്റ് ലാസ്റ്റ് വരെ എല്ലാവരും ഇത് കണ്ടാലാണ് എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കരുത്. നമ്മൾ എവിടെയും തെറ്റ് ചെയ്തിട്ടില്ല. സത്യം എവിടെ സത്യമാണ് ജയിക്കുള്ളൂ. സത്യത്തിന് അത്രയും സത്യത്തിന്റെ അമ്മ ഇപ്പോഴും പറയും, സത്യത്തിന്റെ മുഖം വികൃതാണ്, അത് തെളിയാൻ സത്യത്തിന്റെ മുഖം വികൃതാണ്, അത് തെളിയാൻ ടൈം എടുക്കും. പക്ഷെ കള്ളെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വളരെ കോൺഫിഡന്റ് ആണ്, എപ്പോഴും അതാണ് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുള്ളൂ. അപ്പൊ അത് കണ്ടറിഞ്ഞ് ലൈഫിൽ മുന്നോട്ട് പോകുക. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക. നമുക്കെതിരെ വരുന്ന എന്തായാലും നമ്മളത് ചോദ്യം ചെയ്യേ പറ്റുള്ളൂ. ഒരിക്കലും ആരുടെ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഗാന്ധിജി അതിനെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നേക്കും. നമ്മളെല്ലാരും ഇൻഡിപെൻഡന്റ് ആണ്. അതെ, അപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നും അനുഭവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെയുള്ളൂ പറയാൻ. നിങ്ങൾ പറയാ. ദാറ്റ്സ് ഓൾ. ഇനി ഓരോന്ന് കണ്ടറിഞ്ഞിട്ട് ഓരോരുത്തരോട് സംസാരിക്കാനും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയും ഒരിക്കലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാണ്. ഓക്കെ ഗായ്സ്, ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത പ്രശ്നങ്ങളോ ഇങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്യൂച്ചർ ഡോണ്ട് നോ. എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്യും ഉറപ്പായിട്ടും. വന്നതിന് ശേഷമാണ്. എന്ത് വന്നാലും നമ്മളതിന് ബാക്കിയായിട്ട് നമ്മൾ ഫേസ് ചെയ്യും. എന്തും വരട്ടെ, ലൈഫാണ്, പലതും ഉണ്ടാകും. അപ്പം എല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതെ, ബൈ.